ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യനായ അധ്യക്ഷൻ കെ സി കുഞ്ഞാലി മുസ്ലിയാർ അവർകളും വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ ഉലമാക്കളെ, ഉമറാക്കളെ, രാഷ്ട്രീയ സാമൂഹിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളെ, മഹത്തായിട്ടുള്ള ഈ മജ്ലിസിലേക്ക് വന്നണഞ്ഞിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ നാളെ അവന്റെ സ്വർഗീയ ആരാമത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. എല്ലാ ആപത്തും മുസീബത്തും ഇടങ്ങേറുകളെ തൊട്ടും മാരകമായ അസുഖങ്ങളെ തൊട്ടും പേടിയാകുന്ന സന്ദർഭങ്ങളെ തൊട്ടും സകലവിധ അഴിബത്തരങ്ങളെ തൊട്ടും നമ്മയും നമ്മുടെ അഹലുകാരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ മരിച്ചു പിരിഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കരുളായി യതീംഖാനയുടെ 20ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന ഈ പ്രഭാഷണ പരമ്പരയിൽ പങ്കാളിയാവാനും നിങ്ങളൊക്കെ കാണാനും നമ്മുടെ പ്രമുഖരുടെ അതേപോലെ നിങ്ങളുടെയൊക്കെ ഒന്നിച്ച് ഈ മഹത്തായിട്ടുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കുവാനും കഴിഞ്ഞതിൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. വളരെ വൈവിധ്യമാർന്ന വിപുലമായ പരിപാടികളിലൂടെ നടത്തപ്പെടുന്ന ഈ പരിപാടി നാളെ അതിന്റെ സമാപന സമ്മേളനം നടക്കാൻ പോവുക. 20 വർഷങ്ങൾക്ക് മുമ്പ് നല്ല ഹൃദയമുള്ള കുറെ ആളുകളുടെ ആത്മാർത്ഥമായ കൂട്ടായ്മയുടെ അനന്തരഫലത്തിന്റെ ഗുണഫലമാണ് ഇന്ന് നിങ്ങൾ അഭിമാനത്തോടെയും അഹങ്കാരത്തോടെയും ഞങ്ങളെ യതീംഖാന, കരുളായി യതീംഖാന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഇതിന്റെ മുൻഗാമികളായ ആളുകൾ, മരിച്ചുപോയ ആളുകൾ, അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ കക്കോടൻ എന്ന പേരിലും കോഴിക്കോടൻ എന്ന പേരിലുമൊക്കെ മഹാന്മാരെ അനുസ്മരിക്കപ്പെടുകയുണ്ട്. അവർ നൽകിയ സ്ഥലത്തും അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിന്റെ ഫലമായും വേദിയിലിരിക്കുന്ന മഹാന്മാരുടെയൊക്കെ നിങ്ങളുടെയൊക്കെ കൂട്ടായ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് എല്ലാ അർത്ഥത്തിലും അനുഗ്രഹീതമായിട്ടുള്ള അഭിനന്ദിക്കപ്പെടേണ്ട ഈ യതീംഖാന അതിന്റെ ചൈത്രയാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഖിയാമത്ത് നാൾ വരെ ഈ സ്ഥാപനം നാട്ടിന് വെളിച്ചമായി, അഗതികൾക്ക് അനാഥകൾക്ക് ആശ്വാസമായി ഉത്തരോത്തരം അല്ലാഹു ഉയർത്തുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബഹുമാന്യരായ എന്റെ സദസ്സ്, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ വളരെ നേരത്തെ ഇവിടെ വന്നിരിക്കുന്നവരാണ്. ഞങ്ങൾക്കാണെങ്കിൽ കുറച്ച് മുന്നൊക്കെ കൊള്ളാതിരിക്കുവാനുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്കതുമില്ല. അതുകൊണ്ട് വളരെ സുദീർഘമായി ഒരു റാലി പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തു പിരിയാം. ചില ദിക്റുകളുടെ അകംപൊരുളുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുവാനാണ് ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. അല്ലാഹുവിന്റെ അടിമകളായ നമ്മൾ
അവന്റെ ദിക്റിലൂടെയും ഫിക്റിലൂടെയും മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിന് ആനന്ദമുണ്ടാകുന്നത്, നമ്മുടെ ഹുസ്നുൽ ഖാത്തിമ നേടിക്കിട്ടുന്നത്, അവസാനം സ്വർഗലോകത്തെ ഒന്നിച്ചുകൂടുവാൻ നമുക്ക് സാധിക്കുന്നത്. അല്ലാഹുവിന്റെ ദിക്റും അല്ലാഹുവിന്റെ ഫിക്റും അത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വിജയത്തിന്റെ നിദാനം എന്ന് നമ്മൾ തിരിച്ചറിയുക. ഒട്ടനവധി വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. നിസ്കാരം, ധാർമ്മികത, തഖ്വ ഒക്കെ ശരിയാണ്, അതൊക്കെ നമുക്കറിയുന്ന കാര്യമാണ്. എന്നാൽ അതിനോടനുബന്ധം കുറിച്ചുകൊണ്ട് 1, 2, 3 ദിക്റുകളുടെ ഉള്ളറകളിലേക്ക്, സാധാരണ നമ്മൾ ചെല്ലാറുള്ള ദിക്റുകളാണ്, അതിന്റെ ഉള്ളറകളിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുവാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. എന്തൊക്കെ സൗകര്യങ്ങൾ നമുക്കുണ്ടെങ്കിലും മനുഷ്യൻ ഇന്നൊരു വല്ലാത്ത പ്രയാസങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യരംഗത്തായാലും ധാർമ്മിക രംഗത്തായാലും വൈയക്തിക സാമൂഹിക കൗടുംബിക രംഗങ്ങളിലായാലും അവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും നിങ്ങൾ നോക്കൂ. എത്രയോ ഹോസ്പിറ്റലുകൾ നമ്മുടെ മുമ്പിൽ നിന്ന് കാണുന്നുണ്ട്. അലോപ്പതിയും ആയുർവേദവും യുനാനിയും പ്രാണിക് ഹീലിംഗും അക്യൂപങ്ക്ചറും അങ്ങനെ എത്ര ഒട്ടനവധി നിരവധി ചികിത്സാരീതികൾ. പക്ഷേ മനുഷ്യന് രോഗത്തിന്റെ മുമ്പിൽ ഭയപ്പെട്ടു നിൽക്കുകയാണ്. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവകാശപ്പെട്ടിരുന്നു 2000 ആണ്ടോടെ എല്ലാവർക്കും ആരോഗ്യം എന്ന്. ഇന്നെന്താണ് അവസ്ഥ? ഈയിടെ അടുത്ത് ഹൈദരാബാദ് ഞങ്ങളുടെ കൂടെ ഒരു പള്ളി ഉദ്ഘാടനത്തിന് പോകുമ്പോൾ വഴിക്ക് വെച്ച് ഒരു സഹോദരി കൈ കാണിച്ച് കാറിൽ കയറി. എന്നിട്ട് പറഞ്ഞു, ക്ഷമിക്കണം, ധൈര്യസമേതം കാറിൽ കയറിക്കോട്ടെ എന്ന് ചോദിച്ചത് ഒരു കാര്യം പറയാനാണ്. അവിടെ എത്തിയാൽ ധാരാളം ആളുകളുണ്ടാകും. അപ്പൊ ഇതേപോലെ പറയാൻ കഴിയില്ല. എന്റെ മകളെ പ്രസവിക്കാൻ കൊണ്ടുപോയി, പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ പിന്നെ അവൾക്ക് മലദ്വാരം കാണാനില്ലാതായി. ബേബിയിലും മിൻസിലുമൊക്കെ മാറി മാറി കാണിച്ചു. ഡോക്ടർമാര് പറഞ്ഞിട്ടുള്ളത് ദൈവത്തോട് ദുആ ചെയ്തോ എന്നാണ്. ദുആ ചെയ്യണേ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു സഹോദരി. അനുദിനം അനുനിമിഷം ഓരോ നിമിഷങ്ങളിലും പുതിയ പുതിയ രോഗങ്ങൾ മാനവനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം നമുക്കിന്ന് ധാരാളം കഴിക്കാനുണ്ട്, പക്ഷെ ആവശ്യമില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു നേരത്തെ ചോറ് കിട്ടിയിരുന്നെങ്കിലും ആഗ്രഹിച്ചു പോയവരുടെ പിൻതലമുറക്കാർ. ഇപ്പടുത്ത് ഒരു ഉമ്മ പറഞ്ഞു, മകൻ എത്ര പാല് കുടിക്കാൻ പറഞ്ഞിട്ടും കുടിക്കുന്നില്ല. അവസാനം മകന് ദേഷ്യം പിടിച്ചിട്ട് അവൻ ആപ്പിൾ കൊണ്ടാണ് എറിഞ്ഞത് എന്ന്. പാല് കുടിക്കാത്ത മകനെ ആപ്പിൾ കൊണ്ട് എറിഞ്ഞവനെ വേദനിപ്പിക്കുകയാണ്. ഈ രീതിയിൽ സുഭിക്ഷത നമ്മുടെ മുമ്പിലുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അത് തലമുറകളിലൂടെ നിലനിർത്തി തരുമാറാകട്ടെ. പക്ഷേ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. ആളുകൾക്ക് നല്ല നല്ല വലിയ വലിയ വീടുകളുണ്ട്, കൊട്ടാര സമാനമായ വീടുകൾ. പക്ഷെ അവിടെ സ്വസ്ഥമായിട്ട് ഉറക്കം വരുന്നില്ല. വലിയ വലിയ വാഹനങ്ങളുണ്ട്, സ്വസ്ഥതയില്ല. എല്ലാത്തിനും ഒരു മടുപ്പ്. നല്ല നല്ല വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അത് മടുക്കുന്നു, വീടുകളാകുമ്പോൾ അതും മടുക്കുന്നു. ബിരിയാണി മടുത്തു, കബ്സയായി മന്തിയായി എല്ലാം മടുക്കുന്നു. മനുഷ്യന്റെ വൈകാരികതയാണെങ്കിൽ കേവല സമയത്ത് സ്ഥലിക്കുന്നതോടുകൂടി അതും മടുക്കുന്നു. എല്ലാത്തിനും ഒരു മടുപ്പ് അനുഭവപ്പെടുമ്പോൾ മടുക്കാത്ത എന്തെന്നന്വേഷിച്ചുകൊണ്ട് ആളുകൾ ഇറങ്ങിയോടുന്നു. ചില ആളുകൾ ലഹരിയിൽ അഭയം തേടുന്നു. ചില ആളുകൾ ജീവിതം തന്നെ ഹോമിക്കപ്പെടുന്നു. ചില ആളുകൾ ഇനി എന്തിന് ജീവിക്കണമെന്ന് പറഞ്ഞ് മരിച്ചു കളയും. ഒരു ഭ്രാന്തമായ ലോകത്ത് ഒരു സ്ഫോടനത്തിന്റെ വല്ലാത്ത ഭീതിപ്പെടുത്തുന്ന മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ അലാ ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്. അറിഞ്ഞുകൊള്ളുക, അല്ലാഹുവിന്റെ ദിക്റിലൂടെയാണ്, അവന്റെ ഫിക്റിലൂടെയാണ് നമ്മുടെ മനസ്സിന് സമാധാനമുണ്ടാകുന്നത്. മടുക്കാത്ത സ്നേഹം, ഒരിക്കലും മടുക്കാത്ത, മടുപ്പ് തോന്നാത്ത രാഗാനുരാഗത്തിന്റെ സമഞ്ജസമായ സമ്മേളനമാണ് അല്ലാഹുവും അടിമയും ഉടമയും തമ്മിൽ സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ആ അല്ലാഹുവിനെ സ്നേഹിക്കാൻ അല്ലാഹു നമ്മോട് പറഞ്ഞ ഒരു കാര്യം, അവന്റെ ദിക്ർ ധാരാളമായി ചൊല്ലിയാൽ നിങ്ങൾക്കവൻ പ്രകൃതിയെ അണിയിച്ചൊരുക്കി തരും. നിങ്ങളുടെ പ്രകൃതിയിലെ വിഭവങ്ങൾ അവൻ നിങ്ങൾക്ക് ഭംഗിയാക്കി ഉണ്ടാക്കിത്തരും. നിങ്ങൾക്കവൻ നദികളും തോട്ടങ്ങളും ഉണ്ടാക്കിത്തരും.
ആ ഒരു മൂല്യവത്തായ ഔഷധമാണ് എന്റെ മാന്യ സഹോദരീ സഹോദരന്മാരുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഖുർആൻ പറഞ്ഞല്ലോ, ഇന്നഹു കാന ഗഫാറാ യുർസിലുസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീൻ ويجعل لكم جنات ويجعل لكم أنهارا. അസ്തഗ്ഫിറുല്ലാ എന്ന് നിങ്ങൾ പറയണം. എന്നാ നിങ്ങളുടെ ദോഷങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു തരും. അല്ലാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരുമാറാകട്ടെ. നമ്മളെ മഗ്ഫൂരികളിലും മുസ്തഗ്ഫിറുകളിലും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ ഭാഗം ഞാൻ മാറ്റിവെക്കാം. ചില ആളുകൾ വിചാരിച്ച അസ്തഗ്ഫിറുല്ലാ ദോഷം പൊറുക്കൽ മാത്രമല്ല എന്നാണ്. എന്നാൽ അത് മാത്രമല്ല, അസ്തഗ്ഫിറുല്ലയാണ് പ്രപഞ്ചത്തിന്റെ ആണിക്കല്ല്. അസ്തഗ്ഫിറുല്ല ഇല്ലെങ്കിൽ പിന്നൊന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കളകളാരവും മുഴക്കി ഒഴുകുന്ന നദികളില്ലേ, ഗംഗ പോലെ യമുന പോലെ വിജുര പോലെ ഫുറാത്ത് പോലെ എത്രയെത്ര നദികളാണ്, എത്രയെത്ര ലോകത്ത് നമ്മൾ കാണാത്ത കേൾക്കാത്ത നദികൾ. ആ നദികളുടെ കളകളാരവത്തിന്റെ പിന്നിലെ ചാലകശക്തി അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. മനോഹരമായ കാറ്റ് വന്ന് മഴവില്ല് പിരിഞ്ഞ് മിന്നറിഞ്ഞ് ഇടിവെട്ടിപ്പൊയ്യുന്ന മഴയുണ്ടല്ലോ, ആ മഴയുടെ പിന്നിലെ ചാലകശക്തിയും അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ശ്രദ്ധിക്കൂ നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരയടിക്കുന്ന കടലിലെ അറ്റ്ലാന്റിക് സീ പോലെ, പസഫിക് സമുദ്രം പോലെ, അറബിക്കടൽ പോലെ, ഡച്ച് സീ എന്ന ഇംഗ്ലീഷുകാരനും ബഹറുൽ മയ്യിത്ത് എന്ന അറബികളും ചാവുകടലെന്ന് നമ്മളും പറയുന്ന ചാവുകടൽ പോലെ, ഇന്നും ശാസ്ത്രത്തിന് പിടുത്തം കിട്ടാത്ത ബർമുഡ ത്രികോണം പോലെ ഏതാവട്ടെ, അതിന്റെ എല്ലാം പിന്നിലെ ചാലകശക്തി അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. നമ്മുടെ മുമ്പിൽ ആരോഗ്യത്തോടെ വളർന്ന് പൂക്കുല്ലസിച്ചു നിൽക്കുന്ന ഓമന മക്കളില്ലേ, ആ മക്കളുടെ പിന്നിലെ ചാലകശക്തിയും അസ്തഗ്ഫിറുല്ലാഹ്. സുഗന്ധം പരത്തുന്ന പൂക്കളില്ലേ, ജമന്തി പോലെ, താമര പോലെ, സൂര്യകാന്തി പോലെ, മുല്ലപ്പൂ പോലെ, ആയിരക്കണക്കിന് പൂക്കളെ പിന്നിലെ ചാലകശക്തിയും അസ്തഗ്ഫിറുല്ലാഹ്. നമ്മൾ വിഭവങ്ങൾ കൊയ്തെടുക്കുന്ന തോട്ടങ്ങളില്ലേ, മുന്തിരിത്തോട്ടമായാലും കൊള്ളാം, ഈത്തപ്പഴത്തിന്റെ തോട്ടമായാലും കൊള്ളാം, തെങ്ങിൻ തോട്ടമായാലും കൊള്ളാം, റബ്ബർ പാലെടുക്കുന്ന തോട്ടങ്ങളായാലും കൊള്ളാം, കുരുമുളകിന്റെ തോട്ടമാകട്ടെ, കാപ്പിയുടെ തോട്ടമാകട്ടെ, എല്ലാത്തിന്റെ പിന്നിലെ ചാലകശക്തിയും അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. കേൾക്കുമ്പോ നമുക്ക് തോന്നും അങ്ങനെയാണ് അസ്തഗ്ഫിറുല്ല, അങ്ങനെയാണ് അസ്തഗ്ഫിറുല്ല. നിസ്കാരം കഴിഞ്ഞൊരു 3 വട്ടം അസ്തഗ്ഫിറുല്ല എന്നില്ല, നമുക്ക് നേരില്ല. നമ്മൾ വലിയ തിരക്കുള്ള ആളുകളാണ്, നമ്മൾ വലിയ വിചാരക്കാരാണ്, നമ്മൾ വലിയ അഹങ്കാരികളാണ്. പക്ഷെ അസ്തഗ്ഫിറുല്ല എന്ന ദിക്റില്ലെങ്കിൽ ഈ ലോകം തന്നെയില്ല. ഫഖുൽ തസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലുസ് സമാഅ അലൈക്കും മിദ്റാറാ. അസ്തഗ്ഫിറുല്ല എന്ന് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് അവൻ ആകാശത്തു നിന്ന് മഴ വർഷിപ്പിച്ചു തരും. മഴ കിട്ടണമെങ്കിൽ പശ്ചിമഘട്ട മലനിരകൾ നിലനിൽക്കണം, നദി ഒഴുകണമെങ്കിലും പശ്ചിമഘട്ട മാമലകൾ നിലനിൽക്കണം. അതുകൊണ്ട് കസ്തൂരി രംഗൻ റിപ്പോർട്ട് പറഞ്ഞു, അവിടെ കൊഴിക്കരുത്, അവിടെ മരം മുറിക്കരുത്, അവിടെ താമസിക്കുന്നവർ വേറെ എവിടെയെങ്കിലും പോയിട്ട് താമസിക്കണം എന്ന് പറഞ്ഞു. ഈയിടെ ഞാൻ താമരശ്ശേരിയിലെത്തിയാണ്. കളരാന്തിരി, എന്റെ നാട് കളരാന്തിരിയിൽ നിന്ന് താമരശ്ശേരിയിലെത്തി കണ്ണൂരിലേക്കോ മറ്റോ പോകാൻ നിൽക്കുമ്പോൾ അവിടെ ലാത്തി ചാർജ്, മലയടിവാരത്ത് താമസിക്കുന്ന ആളുകളും തൊഴിലാളികളും കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ നിന്ന് നടത്തിയിട്ടുള്ള മാർച്ച് അക്രമാസക്തമായി അവർ ഫോറസ്റ്റ് ഓഫീസ് തീയിട്ടു. കുഴപ്പം, പുലുമാല്, നാടൊക്കെ ബ്ലോക്കായി. തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോ എന്റെ മനസ്സെന്നോട് ചോദിച്ചൊരു ചോദ്യം, ഈ പ്രബുദ്ധ സദസ്സുമായി ഞാനത് പങ്കുവെക്കാൻ ആഗ്രഹിക്കും. എന്തിനാണ് യത്തീംഖാനകൾ, എന്തിനാണ് യത്തീംഖാനകൾ എന്നൊക്കെ കുട്ടികളെ നമ്മൾ ഇത്ര രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നത്? എന്തിനാണ് നമ്മൾ നാളെ ദിക്ർ മജ്‌ലിസ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? അപ്പൊ എന്റെ മനസ്സെന്നോട് പറഞ്ഞു, സത്യത്തിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ട് ആർക്കും എതിർക്കാൻ പറ്റൂല. 2 തരം അറിവുണ്ട് ലോകത്ത്. ഒന്ന് കാര്യകാരണത്തിന്റെ അറിവ്, ഒന്ന് അടിസ്ഥാനപരമായ അറിവ്.
കാര്യകാരണത്തിന്റെ അറിവാളന്മാരുടെ അറിവ് വളരെ കുറവാണ്. പക്ഷെ അത് വലിയ അറിവാണ്. നമ്മുടെ അബ്ദുള്ള കുട്ടി മാസ്റ്ററെ പോലെയൊക്കെയുള്ള ഒരുപാട് ഗുരുദാസന്മാർ അവരൊക്കെ ചെയ്യുന്ന സേവനങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. പക്ഷെ അത് കാര്യകാരണത്തിന്റെ ഈ അറിവ് ആരും ചെറുതായിട്ട് കാണുന്നില്ല. പക്ഷെ അതിന് പരിധിയുണ്ട്. വളരെ കുറച്ച് നൽകിയിട്ടുള്ളൂ. എന്നാൽ അടിസ്ഥാനപരമായ ഇൽമ് ഒന്ന് വേറെയാണ്. ഉദാഹരണമായി പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും ശയിക്കണം, എന്നിട്ട് അവർക്ക് ചലിക്കണം, ഭാര്യ ഗർഭിണിയാവണം, 10 മാസം കഴിയണം, പ്രസവിക്കണം. അതാണല്ലോ കാര്യകാരണം. എന്നാൽ ഹസ്രത്ത് സയ്യിദുനാ റൂഹുല്ലാഹ് മസീഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം അവിടുത്തെ മാതാവിനെ ഒരു പുരുഷനും തൊട്ടിട്ടില്ല. കുഞ്ഞു ലോകത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. കാര്യകാരണക്കാരൻ എന്ത് മറുപടി പറയും? അവൻ പറയും അതൊരു നിഗൂഢതയാണ്, അവന്റെ രീതി അനുസരിച്ച് ഒന്നും നടന്നിട്ടില്ല. പക്ഷേ മാതാവ് കുഞ്ഞിനെ പ്രസവിച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒട്ടകവും തമ്മിലണ ചേരണം, എന്നിട്ട് ഒട്ടകം ഗർഭിണിയാവണം, എന്നിട്ട് പെണ്ണൊട്ടകം പ്രസവിക്കണം. അതാണ് പൊതുനിയമം. എന്നാൽ സാലിഹ് എന്ന മഹാപ്രവാചകന്റെ മുമ്പിൽ വന്നിട്ട് ആളുകൾ വന്നിട്ട് പറഞ്ഞു, പ്രവാചക സാലിഹേ, നിങ്ങൾ പ്രവാചകനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കാം, പക്ഷേ ഈ പാറക്കപ്പിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഒട്ടകത്തെ ഞങ്ങൾക്ക് തരണം. എന്നാൽ കാര്യകാരണക്കാരൻ അവിടെ എന്ത് മറുപടി പറയും? അവന് മറുപടി പറയാൻ കഴിയില്ല. അടിസ്ഥാനപരമായ ഇൽമ് ഒന്ന് വേറെ. അപ്പോഴാ എനിക്ക് മനസ്സിലായത് മഴ അടിസ്ഥാന കാരണം പശ്ചിമഘട്ടം അതൊരു കാര്യകാരണമാണ്. അത് നിഷേധിക്കാൻ പറ്റൂല. ഈ പ്രപഞ്ചത്തിന്റെ സുഗമമായ പ്രയാണത്തിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ചില നിയമവ്യവസ്ഥകളാണ്. നമ്മളതിൽ കക്ഷി ചേരുകയല്ല. പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ള അറിവ് ഏതാണ്? അത് ലഭിച്ച ഒരുപാട് ആളുകളിൽ ഏറ്റവും പ്രമുഖനാണ്, സൂപ്പർ സ്റ്റാറാണ് ഹബീബായ നബി സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അവിടുത്തെ ഇൽമു തെറ്റില്ലല്ലോ. തെറ്റാനൊക്കെ പലരും കാത്തിരുന്നു, തെറ്റില്ല. ഇപ്പൊ അടുത്ത് മാതൃഭൂമി പത്രത്തിന്റെ ഒരു കടലാസ് ഒരു സഹോദരനിക്ക് വായിക്കാൻ തന്നു, ഒരു കോളം വാർത്ത. എന്താ വാർത്ത? നരക സമാനമായൊരു ഗോളം കണ്ടുപിടിച്ചിരിക്കുന്നു, അതിൽ ഇരുമ്പും കല്ലും ഉരുകി ഒലിക്കുകയാണ്. നിങ്ങളും വായിച്ചിട്ടുണ്ടാവാം. ഇരുമ്പും കല്ലും. കല്ല് കത്തണമെങ്കിൽ 1 ലക്ഷമോ 1.5 ലക്ഷമോ സെൽഷ്യസ് ഡിഗ്രി ചൂട് വേണം. അങ്ങനെ ഒരു തീയുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. മനുഷ്യരെയും കല്ലിനെയും കൂട്ടി കത്തിക്കുന്നത്. മെഹ്റാജിന്റെ രാവ് പോയിട്ട് വന്നിട്ട് പറഞ്ഞു, ഇത്തഖിന്നാർ, നരകത്തെ സൂക്ഷിക്കണേ, നരകത്തെ സൂക്ഷിക്കണേ. അള്ളാഹു നരകം നമുക്ക് ഹറാമാക്കി തെരുമാറാകട്ടെ. ബിന്നബിയിൽ മുസ്തഫ മുഹമ്മദിൻ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതിലെ റസൂലുള്ളാഹിന് കല്ല് കത്തുന്ന തീയുണ്ടെന്ന് മനസ്സിലായി. മംഗലാപുരത്ത് വിമാനാപകടം ഉണ്ടായി. നമ്മുടെ റസൂലിന്റെ നേതാവടക്കം പലരും മരിച്ചു. അവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ഇരുമ്പ് കത്തി, പച്ച മരം കത്തി, കല്ല് കത്തിയിട്ടില്ല. കല്ല് കത്താൻ മാത്രമുള്ള ശക്തി തീ അവിടെ ഉണ്ടാക്കിയിട്ടില്ല. ചാലയിൽ ടാങ്കർ ലോറി അപകടം ഉണ്ടായി കണ്ണൂരിലെ. അവിടെ മനുഷ്യന്മാർ കത്തി. പക്ഷേ അവിടെ കല്ല് കത്തിയിട്ടില്ല. കല്ല് കത്താൻ മാത്രമുള്ള ശക്തി ഉണ്ടായിട്ടില്ല എന്നർത്ഥം. കല്ല് കത്തുന്ന തീയുണ്ടെന്ന് 1400 വർഷം മുമ്പ് പ്രവാചകൻ അവിടെ നിന്ന് വിവരം കിട്ടി. ആ പ്രവാചകൻ പറഞ്ഞു തെറ്റൂല. കാര്യകാരണക്കാര് തെറ്റാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കാലാവസ്ഥാ നിരീക്ഷകന്മാർ പറഞ്ഞു മഴ കുറവായിരിക്കും. പക്ഷെ മഴ ധാരാളം പെയ്തു. പക്ഷെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞോട്ടെ, നമ്മളൊക്കെ ഹോട്ടലിൽ ചായ കുടിക്കുമ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു സ്വഭാവമുണ്ട്. കാലാവസ്ഥാ നിരീക്ഷകന്മാരെ നെഞ്ഞത്ത് കയറി ചവിട്ടും. കാലാവസ്ഥാ നിരീക്ഷകന്മാർ പറഞ്ഞാൽ നേരെതിരെ സംഭവിക്കുള്ളൂ. ഇവിടൊക്കെ അങ്ങനെ പറയാറുണ്ടോ എന്നറിയാം. ഞങ്ങൾ അവിടെയൊക്കെ ചില ആളുകൾ കാലാവസ്ഥാ നിരീക്ഷകന്മാരെ എതിർക്കൽ ഒരു ഹോബിയാണ്. എന്തിനാ എതിർക്കണമെന്നറിയോ? കാലാവസ്ഥാ നിരീക്ഷകന്മാരെ താഴ്ത്തിക്കെട്ടിയിട്ട് നമ്മളെ നബീനൊന്ന് ഉഷാറാക്കാൻ അവർ ഒരു വിചാരം. കാലാവസ്ഥാ നിരീക്ഷകരെ താഴ്ത്തിയിട്ട് ഉഷാറാക്കേണ്ട ആളല്ല നമ്മളെ നബി. കാലാവസ്ഥാ നിരീക്ഷകന്മാരെ മദ്ഹ് പറഞ്ഞിട്ട് മദ്ഹ് പറയേണ്ട ആളാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. കാരണം കാലാവസ്ഥാ നിരീക്ഷകന്മാർ മഹാന്മാരാണ്. ബക്കറ്റുമായിട്ട് നമ്മളെ കരുളായി മുജീബ് സാബ് വരുന്നുണ്ട്. അള്ളാഹു അവർക്ക് ഒരുപാട് ദ്വാരക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനം ദ്വാരക്കാം. ഇവിടെ നിങ്ങളെ പ്രദേശത്ത് നേരത്തെ ബന്ധമുള്ള സഹോദരനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ പെട്ടെന്ന് മരിച്ചു. അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരെ നമ്മയൊക്കെ അള്ളാഹു സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് നല്ലോണം ദുആ ചെയ്യും. നമ്മുടെ ദുആന്റെ ബർക്കത്തും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദുആ ചെയ്യുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും നല്ല ഒരു കവറും കൂട്ടത്തിൽ നിങ്ങളെ കയ്യിൽ തരുന്നുണ്ട്. കവർ നല്ലോണം വാങ്ങിയിട്ട് നല്ല ഒരു സംഖ്യ അതിലിട്ട് നാളെ നാസർ ഹയ്യ തങ്ങൾ ദ്വാരക്കാൻ വരുന്നു. ഞാൻ അങ്ങോട്ടാണ് വിഷയം കൊണ്ടുപോകണം. അപ്പൊ നിങ്ങളെ അതേ പിന്നെ ആ കവർ വാങ്ങിയിട്ട് നല്ലൊരു സംഖ്യ അതിലിട്ട് കൊടുക്കണം. നമ്മൾ സദക്കന്റെ ബർക്കത്തുണ്ടല്ലോ, നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കാലാവസ്ഥാ നിരീക്ഷകന്മാരെ മദ്ഹ് പറഞ്ഞിട്ട് മദ്ഹ് പറയേണ്ട ആളാണ് നബിയുനാ റസൂലുള്ളാഹി. പക്ഷെ കാലാവസ്ഥാ നിരീക്ഷകന്മാർ മനുഷ്യന്മാരാണ്, മനുഷ്യന് തെറ്റും അല്ലെ. ഇപ്പൊ ഫിലിപ്പൈൻസിൽ ഹയാൻ കാറ്റടിച്ചു. അപ്പൊ ഇന്ത്യക്കൊരു ഫോണ്, ഹലോ, ശാസ്ത്ര ഗവേഷണ കേന്ദ്രത്തിലേക്കാണ്. എവിടെ നിന്നാണ്? നാസ എന്നാണ്, അമേരിക്ക എന്നാണ്. എന്താ ആ കാറ്റ് ഇനി ഇന്ത്യൻ തീരത്തേക്ക് വരും, ഇന്ത്യയുടെ 2 തകരാൻ സാധ്യതയുണ്ട്, ജാഗ്രത പാലിക്കണമെന്ന് ഇന്ത്യയുടെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു. ഞങ്ങളടുത്തും കുറെ ബൈനോക്കുലറും കുന്ത്രാണ്ടൊക്കെ ഉണ്ട്. കാറ്റ് 2 മിനിറ്റ് ഇവിടെ നിൽക്കും, പിന്നെ വടക്കോട്ട് പോകും. ഓഹോ, എന്നാ പിന്നെ നിങ്ങൾ കണ്ടവണ് കൂട്ടിക്കോന്നാണ് അമേരിക്ക. എന്താ ഉണ്ടായത്? ഇന്ത്യ പറഞ്ഞ അതേമാതിരി സംഭവിച്ചു. അമേരിക്കക്ക് തെറ്റി. അമേരിക്ക അണ്ടി പോയ അണ്ണാന്റെ മാതിരിയായി ചില ആളുകളെന്ന് എഴുതിയത്. അങ്ങനെ അണ്ണാൻ അണ്ടി പോയിട്ടുണ്ടോ എന്താണ് അതിന്റെ തത്വം നമുക്കറിയില്ല. പക്ഷെ അത് ആളെ കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. പക്ഷെ എന്ന് വിചാരിച്ച് അമേരിക്കനെ കളിയാക്കാൻ പറ്റൂല. കാരണം മനുഷ്യനും തെറ്റാതിരിക്കാം. നാളെ കടലിൽ പോകരുത്, കാറ്റിന് സാധ്യത ഉണ്ട് എന്ന് കാലാവസ്ഥക്കാര് പറഞ്ഞ് അംഗീകരിച്ചോളണം. വിവരം കൊണ്ട് പറയാണ്. പക്ഷെ മനുഷ്യനാണ്, അവന്റെ വിവരം പരിധിയുള്ളതാണ്. ഈ പ്രപഞ്ചത്തിലെ കാര്യകാരണം വെച്ചിട്ട് അവന് പറയാൻ പറ്റൂ. അത് ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ ശരിയാവാതിരിക്കാം. എന്നാൽ കാര്യകാരണങ്ങൾക്കപ്പുറത്ത് കോടിക്കണക്കിന് പ്രകാശവർഷങ്ങളാണ് 2 നക്ഷത്രങ്ങൾക്കിടയിൽ. അങ്ങനെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ, കോടിക്കണക്കിന് പ്രകാശവർഷങ്ങൾക്കും അപ്പുറത്ത്, ചന്ദ്രഗോളങ്ങൾക്കും അപ്പുറത്ത് ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞ പോലെ സിദ്റത്തുൽ മുൻതഹ, അവിടെ മുഴുവൻ കറങ്ങി വന്ന ലോകത്തിന്റെ തിരുവസന്തം, ലോകത്തിന്റെ ഉൾപ്പുളകം, ലോകത്തിന്റെ തോലാംശം, ലോകത്തിന്റെ തോമാംശം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച അറിവ് ഈ കാര്യകാരണത്തിനപ്പുറത്തുള്ള അറിവാണ്. അതുകൊണ്ട് അവിടുത്തെ ഇൽമു തെറ്റാറില്ല, അവിടുത്തെ ഇൽമു തെറ്റുന്നുമില്ല. അവിടുത്തെ ഇൽമു തെറ്റിക്കിട്ടാൻ വേണ്ടി എത്ര ആള് കണ്ണിൽ എണ്ണ ഒഴിച്ചിട്ട് ഉറക്കൊഴിഞ്ഞു. തെറ്റൂല. എത്രയോ ചോദ്യകർത്താക്കൾ വന്നു ഉത്തരം മുട്ടിക്കാൻ, അല്ലെ? 3 ആള് വന്നു, വേറെയും പലരും വന്നു. ലബീദ് വന്നു, അബ്ദുല്ലാഹി ഇബ്നു സലാം വന്നു. അത്ര വലിയ പണ്ഡിതൻ പിന്നെ അതിന്റെ മുമ്പോ ശേഷോ ജനിച്ചിട്ടില്ല. അയാൾ മുസ്ലിമായി, ജൂതനായിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമു തെറ്റുന്നില്ല. ആ പ്രവാചകനാണ് പറഞ്ഞത്, യുർസിലുസ് സമാ അലൈക്കും മിദ്റാറാ. അത് തെറ്റൂല, അത് നേരിട്ടുള്ള ഇൽമാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ ലൗ മിറാ ഫസ്തവാ വഹുവ ബിൽ ഉഫുഖിൽ അഅ്ലാ ثم دنا فتدلى فكان قاب قوسين أو أدنى. സർ എഡിസന്റെ ഗുരു വലിയ ഗുരുവാണ്, അവരെ കലാലയവും വലിയ കലാലയാണ്. ഞാൻ എഡിസനെ കുറിച്ച് വായിച്ച് പലപ്പോഴും വികാരഭരിതനായിട്ടുണ്ട്. ഫിലമെന്റ് കണ്ടുപിടിച്ച് കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യുക, വീണുവോ പൊട്ടിപ്പോവുക. മൂപ്പര് നിരാശനായില്ല, തുണിയിലും പഞ്ഞിയിലും വെച്ച് കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്തു. ഈ ലോകം മെഡിസിനോട് കടപ്പെട്ടിരിക്കും. ലൂയി പാസ്റ്റർ ഭ്രാന്തൻ നായെ പിടിച്ചുകെട്ടി അതിന്റെ പിന്തുവാരത്തിൽ പൈപ്പ് കുത്തിയിറക്കിയിട്ടാണ് വിഷം വലിച്ചെടുത്തത്. സമകാലീനരും സുഹൃത്തുക്കളും പറഞ്ഞു, നിങ്ങൾ മരിച്ചു, അപകടമാണ്, വിഷമാണ്. ഞാൻ മരിച്ചാൽ ഞാൻ രക്ഷകല്ലേ, വിജയിച്ചാൽ തലമുറകൾ രക്ഷപ്പെടല്ലോ. അയാൾ വിജയിച്ചു. അയാൾ പറഞ്ഞു, പരിശ്രമിച്ചാൽ അസാധ്യമായി ഒന്നുമില്ല. നോക്കൂ, പക്ഷേ അദ്ദേഹത്തിന്റെ ഗുരു ഗംഭീരമാണ്, അദ്ദേഹത്തിന്റെ കലാലയവും ഗംഭീരമാണ്. പക്ഷേ മനുഷ്യനാണ്. ഐൻസ്റ്റീൻ ആവട്ടെ, മൈക്കൽ ഫാരഡേ ആവട്ടെ, ആരാവട്ടെ. എന്നാൽ ഇവിടെ ഇതാ ഒരു കലാലയം, അവിടെ ഇതാ ഒരു ഗുരുനാഥൻ. യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. എല്ലാ
ഇമാം ഓർഡർ പ്രകാരമാണ്, ഒന്നും സ്വന്തം പറഞ്ഞിട്ടില്ലല്ലോ. അല്ലമഹു ശദീദുൽ ഖുവാ, ശക്തനായ ഗുരുവാ പഠിപ്പിച്ചത്. അതുപോലുള്ളൊരു ഗുരു ലോകത്ത് വേറല്ല. ബുദ്ധിമാനായ ഗുരുവാണ്. അതാരാണ്? റൂഹുൽ അമീൻ, റൂഹുൽ ഖുദ്സ്, മുഖറബായ മലക്ക് ജിബ്രീൽ. മൂപ്പരാണ് പഠിപ്പിച്ചത്. മുഫസ്സിരീങ്ങളും മഹാന്മാരും വിശദീകരിക്കുന്നു, അന്തരീക്ഷത്തിൽ കസേരയിട്ടിരുന്നു എത്ര കവിയുടെ കൃഷ്ണയാണ് വളർത്തിയത്, എത്ര കവിതയാണ് വിരിഞ്ഞിട്ടുള്ളത്, എത്ര സാഹിത്യകാരന്റെ ബുദ്ധിയാണ് വികാസം പ്രാപിച്ചത്. എന്തോ ഒരു രസകരമാണ് കാണാൻ. ചന്ദ്രൻ അതിന്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈന്തപ്പന മക്കൾ വളയുന്ന പോലെ അർദ്ധനും പൂർണ്ണനുമായി ഒരു കുഴപ്പം ഇപ്പോഴുമില്ല. പക്ഷെ ഈ 14-ാം രാവ് വന്നപ്പോഴൊക്കെ ഓടിയിട്ട കുറെ കുറുക്കന്മാരുണ്ടായി. കുറുക്കന്മാർ എത്ര ചത്തൊടുങ്ങി, തലമുറകളോളം ചത്തൊടുങ്ങി. എത്ര കുറുക്കന്മാർ. ഇതേപോലെ പ്രവാചകനാകുന്ന 14-ാം രാവ്, അഷ്റഫുൽ ഖൽഖാകുന്ന 14-ാം രാവ് ഉദിക്കാൻ തുടങ്ങിയപ്പോൾ എത്ര കുറുക്കന്മാരാണ് ഓടിയിട്ടത്. ഹിശാമിന്റെ മകൻ അബൂജാഹിലിനെ പോലെ, ഉത്ബയെ പോലെ, ശൈബത്തിനെ പോലെ, പിന്നാലെ വന്ന ഹുലാഖാൻ എന്ന കുറുക്കനെ, ചെങ്കിസ് ഖാൻ എന്ന കുറുക്കനെ, ബർസൻബൈൻ എന്ന കുറുക്കനെ. വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ, ശോണിതവും അണിഞ്ഞയ്യോ ശിവശിവ എന്ന് പറഞ്ഞ മാതിരി എല്ലാം തകർന്നു കിടക്കുകയാണ്. ഇപ്പൊ എന്താ മദീനന്റെ അവസ്ഥ? എല്ലാ റൂട്ടുമില്ല മദീന. അപേക്ഷിക്കുന്നവർക്ക് സീറ്റില്ല. ഈ റബീഉൽ അവ്വൽ 12-ന് ഞങ്ങൾ മദീനത്തുണ്ട്, കാല് കുത്താനിടയില്ല. അള്ളാഹു ധാരാളം നമ്മൾ അവിടെ എത്തിക്കുമാറാകട്ടെ. എന്താ മദീനയുടെ അവസ്ഥ? എല്ലാ റൂട്ടും ഇല മദീന. അപേക്ഷിക്കുന്നവർക്ക് സീറ്റില്ല. 100 വയസ്സുള്ള വല്യുമ്മനോട് ഞാനീടെ വടകര ഹിബിങ്ങൽ കോട്ടിൽ എന്ന സ്ഥലത്ത് പോയപ്പോ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോ ഒരു 10-60 വയസ്സ് കാണും. അയാൾ പറഞ്ഞു, ഇത് നിന്റെ ഉമ്മയാണ്, 90 വയസ്സുണ്ട്, എത്രയോ ഹജ്ജ് ഉംറയും ചെയ്ത്, നിങ്ങളൊന്ന് പറയൂ സാറേ സദക്ക ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരുപാട് ഹജ്ജ് ഉംറയും ചെയ്തല്ലേ, സദക്ക ചെയ്താ പോരെ. അപ്പൊ പറഞ്ഞു, മുസ്ലിയാരെ എനിക്ക് പച്ചക്കുബ്ബ കണ്ട അവിടെ മരിക്കണം, നിങ്ങൾ ഇന്റെ കാര്യത്തിൽ ഇടപെടരുത്. ഞാൻ തന്നെ ഭയപ്പെട്ടുപോയി. അപ്പൊ മോള് പറഞ്ഞു, ഉമ്മാമ വീൽ ചെയറിൽ കൊണ്ടുകൊണ്ടിരുവോ, അതാണ് ഏത് ചെയറിൽ കൊണ്ടുവരും വേണ്ടിയില്ല, എനിക്ക് അവിടത്തെ മരിക്കണം. ഇതെന്തൊരു വികാരമാണ്. ഹാർട്ട് രോഗിയോട് ഡോക്ടർമാർ പറഞ്ഞു, ആ ശ്രദ്ധിക്കണം, നിങ്ങൾ 3 ബ്ലോക്കാണ്. അള്ളാഹു ഹാർട്ട് ബ്രെയിൻ തുടങ്ങി രോഗത്തെ തൊട്ടൊക്കെ നമ്മൾ അഹ്ലുകാരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബിയിൽ മുസ്തഫ മുഹമ്മദിൻ. ഇയാളെ പറഞ്ഞു, ഡോക്ടർ സാർ നിങ്ങൾ ഡയറ്റ് കൺട്രോൾ ഓക്കെ, നിങ്ങൾ പറഞ്ഞതൊക്കെ അംഗീകരിച്ചോളാം, പക്ഷേ മദീനത്ത് പോകാൻ നിർത്താൻ പറ്റൂല. നമ്മുടെ നാട്ടിൽ ഒരു എകരുള്ള സ്ഥലത്ത് വീടുള്ള ആര് ഇയാളെ കല്യാണം വിളിച്ചാൽ അയാൾ പറയൂ, ഓ അങ്ങോട്ട് കയറാനാവില്ല, കിതക്കു, നമുക്ക് സമ്മതാക്കാന്ന് പറയുന്ന ഹാർട്ട് രോഗികൾ പോകാൻ ആഗ്രഹിക്കുകയാണ് ഇലാ മദീന. എന്താ അവിടെ? ആർക്കും വല്ലാത്ത ഓരോ സെക്കൻഡിലും വിമാനം വന്നിറങ്ങും. നമ്മുടെ ശശി തരൂർ മുമ്പ് മന്ത്രിയായപ്പോ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ അപേക്ഷിക്കരുത്. അയാൾ കൗതുകമായിട്ട് പറഞ്ഞു. അപ്പൊ സുകുമാര അഴീക്കോട് പറഞ്ഞു, ഇയാൾ ശശി തരൂരല്ല, ഇയാൾ ശിശു തരൂരാണ്. അത് രാഷ്ട്രീയ തമാശ, ആരെ പറഞ്ഞിട്ടും കാര്യമില്ല. അവിടെ ഇറങ്ങി സെക്കൻഡുകളിൽ വിമാനം. എന്താ അവിടെ മൈക്കിൾ ജാക്സന്റെ പാട്ടുണ്ടോ, റഹ്മാന്റെ സംഗീത വരുന്നുണ്ടോ, റസൂൽ പൂക്കുട്ടിയുടെ ശബ്ദവിന്യാസമുണ്ടോ, ഏതോ സിനിമാ നടി നടന്മാരെല്ലാവരും കൂടി അവിടെ വന്നുകൊണ്ട് നൃത്തം ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല. ലോകത്ത് അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല. പച്ചക്കുബ്ബ കാണാൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാൻ, അതിനു വേണ്ടി മാത്രം കോടാനുകോടി. ലോകത്ത് എത്ര പട്ടണങ്ങൾ? ഏതൻസ് പട്ടണം, സ്പാർട്ട പട്ടണം, ലണ്ടൻ പട്ടണം, താജ്മഹൽ ഡൽഹി പട്ടണം, സപ്താത്ഭുതങ്ങളുടെ വേറെ പട്ടണങ്ങൾ. അവിടെ നിന്നൊക്കെ വലിയ തിരക്കില്ല. എന്താ ഇവിടെ തിരക്ക്? മനുഷ്യത്വം പഠിപ്പിച്ചതിന്റെ പേരിൽ, സാമ്പത്തിക സമത്വം പഠിപ്പിച്ചതിന്റെ പേരിൽ, സാമൂഹ്യ നീതി പഠിപ്പിച്ചതിന്റെ പേരിൽ ലോകം വായിച്ചല്ലേ, ലോകം മുഴുവൻ വായിച്ച. എന്താ കാര്യം?
അവിടുന്ന് പഠിപ്പിച്ച് ഒന്ന് ഇന്ന് വരെ തെറ്റിയിട്ടില്ല, തെറ്റൂല. അവിടുന്ന് ഒന്നും സ്വന്തം പറഞ്ഞിട്ടില്ല. ഇബ്നു ഉമർ തങ്ങൾ തന്നെ എഴുതി വെക്കുമ്പോൾ സംശയിച്ചു, പഠിച്ചോനെ റസൂൽ ഒരു മനുഷ്യനല്ലേ, കാലം കുറെ കഴിയുമ്പോ വൈജ്ഞാനിക വിസ്ഫോടനം നടക്കും, എന്റെ റസൂൽ നിരൂപിക്കപ്പെടുമോ? സംശയിച്ചു നിൽക്കുമ്പോ റസൂൽ പറഞ്ഞതാ എല്ലാം എഴുതിക്കോ, ഞാനൊന്നും സ്വന്തം പറയുന്നില്ല. ഒന്നും തെറ്റിയില്ലല്ലോ. എല്ലാ ചിന്തകന്മാരും അവിടെ അടിയറവ് പറയല്ലേ, അടിയറവ് പറയാം. അവിടെ പോയി കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞു എല്ലാ അല്ലേ. ഈ കണ്ണൂരിൽ കനകമലയിൽ നിന്ന് സ്നേഹത്തോടെ മനുഷ്യത്വത്തെക്കുറിച്ച് നീട്ടിപ്പാടിയ ഒരു ഗുരുവുണ്ട്, ശ്രീ ഗുരു നിത്യൻ. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, വിശുദ്ധ ഖുർആൻ ഹൃദയാജ്ഞലി. മലയാളത്തിൽ ഇത് വായിക്കാൻ കിട്ടും. ഒരു ഹൈന്ദവ സഹോദരനാണ് എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. നേരത്തെ ഞാൻ മുജീബ് സാഹിബുമായിട്ട് കൂടെ വരുമ്പം പറഞ്ഞു, നമ്മുടെ ഇവിടുത്തെ സൗഹൃദം കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഇവിടുത്തെ നബിദിന റാലിക്ക് ഹൈന്ദവ സഹോദരന്മാർ വളണ്ടിയർമാരാണ്. ഇവിടുത്തെ നബിദിന റാലിയിൽ മുസ്ലിങ്ങളോടൊപ്പം ഹൈന്ദവ സഹോദരങ്ങൾ പങ്കെടുക്കാറുണ്ട്. അവരൊന്നിച്ച് നടന്നു നീങ്ങാറുണ്ട്. അവർ മുട്ടായി കൊടുക്കാറുണ്ട്. ഭാഷാഭ്രാന്തും ജാതിഭ്രാന്തും പ്രാദേശിക ഭ്രാന്തും മുടിയഴിച്ചിട്ടാടുന്ന ഈ ലോകത്ത് കരുളായിയിലെ ഈ സൗഹൃദം ലോകോത്തരമാണ്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാകട്ടെ. കാരണം ഇങ്ങനെയുള്ള മഹാന്മാരുടെ അനുയായികൾക്ക് അങ്ങനെ കഴിയുള്ളൂ. കണ്ണൂരിലെ കനകമലയിൽ വെച്ച് അദ്ദേഹം നീട്ടിപ്പാടിയില്ലേ, ഒന്നായ മാനവർക്കൊറ്റ നീതി, ഒന്നായി പണിയെടുക്കുന്ന നാം എല്ലാവർക്കും എല്ലാവരും മനകൾ എന്ന് പാടിയ ശ്രീ ഗുരു നിത്യൻ കേരളത്തിലെ പ്രമുഖമായ ഒരു പത്രത്തിൽ മുത്തുനബിയെക്കുറിച്ചൊരു ലേഖനം എഴുതി. അതിന്റെ ഹെഡ്ലൈൻ മുത്തുനബി എന്ന. പത്രക്കാർ ചോദിച്ചു, മുഹമ്മദ് നബി എന്നിരുന്നല്ലേ? അയ്യോ, ആ പേര് പറയാൻ ഞാൻ യോഗ്യനല്ല, എന്റെ അറിവ് വളരെ ചെറുതാണ്. ആ ഗുരുവിന് പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തു നിന്നും ഇൻഫർമേഷനാണ്. അത്ഭുത ഗുരുവിന്റെ ശിഷ്യനാണ്. അതുകൊണ്ട് തന്നെ ആ ഗുരുവിന്റെ പേര് പറയാൻ ഞാൻ യോഗ്യനല്ല. മുത്തുനബി എന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്റെ ലേഖനം പ്രസിദ്ധീകരിക്കണ്ട. നിങ്ങൾക്ക് എന്റെ ലേഖനം പ്രസിദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ മുത്തുനബി എന്ന് എഴുതണം. മുഹമ്മദ് എന്ന് പറയാൻ എനിക്ക് ഭയമാകുന്നു, അല്ലെങ്കിൽ ബഹുമാനമാകുന്നു എന്ന് പറഞ്ഞ ശ്രീ ഗുരു നിത്യനിയതിയെപ്പോലെ ഗുരു നാരായണ ഗുരു രാഷ്ട്രീയക്കാർക്ക് ഇപ്പോൾ ഫുട്ബോൾ കളിക്കാനുള്ള ആയുധമല്ല. സാംസ്കാരിക കേരളത്തിന്റെ നവോത്ഥാന നായകനായ ജാതിഭേദം മതദ്വേഷം ഒന്നുമേ കൂടാതെ സോദരപ്രേരണ വാഴുന്ന മാതൃകാസ്ഥാനമാണ് എന്റെ നാട്. അദ്ദേഹത്തെക്കുറിച്ച് പലപ്പോഴും പ്രസംഗിക്കാൻ ക്ഷണിക്കപ്പെടാറുണ്ട്. ആദ്യമായി അദ്ദേഹത്തെക്കുറിച്ച് പയ്യന്നൂരിലെ പാടിച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ക്ഷണിച്ചപ്പോൾ എന്താണ് ഗുരുവിനെ കുറിച്ച് പറയേണ്ടതെന്ന് അറിയാൻ വേണ്ടി ചിന്താപുഷ്ടാൽ അദ്ദേഹത്തിന്റെ ഒരു ചരിതം വാങ്ങി വായിച്ചു. പലപ്പോഴും എന്റെ കണ്ണ് നിറഞ്ഞു. മനുഷ്യപക്ഷത്തു നിന്ന ഗുരു ചെറുപ്പത്തിലെ മരത്തിൽ കയറി മാനം നോക്കി മനോരാജ്യം പണിയാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൗതുകമായൊരു സംഗതിന്റെ ചെറുപ്പത്തിൽ അമ്മ പാലും പഴവും നേർന്നു വെച്ചു. അപ്പോ കുട്ടിക്ക് വിശന്നപ്പോ അമ്മ കാണാതെ എടുത്ത് കഴിച്ചു. അമ്മ വന്നു നോക്കുമ്പോ നേർച്ചയാക്കിയ പാലും പഴവും കാണുന്നില്ല. ആരാ മോനെ കഴിച്ചത്? അമ്മേ ഞാനാണ്. മോനെ ദൈവകോപം, അമ്മേ ദൈവപ്രീതി. എന്താ മോനെ നീ എന്നെ തിരുത്തുന്നോ? ഞാൻ തിരുത്തുകയല്ല അമ്മേ, സത്യമാണ്, ദൈവപ്രീതി ഉണ്ടാവുക. എന്താ മോനെ നീ പഠിപ്പിക്കുന്ന തത്വം? അമ്മയെ കുഞ്ഞുമക്കളെ വിശപ്പ് മാറുമ്പോഴാണ് ദൈവത്തിന് സന്തോഷം ഉണ്ടാകുക. കുഞ്ഞുമക്കളെ വിശക്കുമ്പോഴാണ് ദൈവത്തിന് കോപം ഉണ്ടാകുക. അമ്മയുടെ മനസ്സിൽ പോലും വളരെ ചെറുപ്പത്തിലെ ശ്രേഷ്ഠതത്വങ്ങളെ പറഞ്ഞുകൊടുത്ത നാരായണ ഗുരു ഭാഷയ്ക്ക് പഞ്ഞല്ലാത്ത ആളാണ്. പക്ഷെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വ്യക്തിത്വത്തിൽ മുമ്പിൽ നിന്നപ്പോ ഗുരു ചോദിച്ചു പോവുകയാണ്, നരരൂപമെടുത്ത് ഭൂമിയിൽ പെരുമാറിയിടിന കാമധേനുവോ? മനുഷ്യരൂപം പൂണ്ട് പെരുമാറാൻ വന്ന കാമധേനുവാണോ? പരമാത്മാനന്ദ പരമദേവതോ? ഇത് പരമദേവൻ തന്നെയാണോ? തരുവോ ഈ അനുകമ്പയാണ്ടവൻ? താരമാണോ? നക്ഷത്രമാണോ? പൂർണ്ണചന്ദ്രനാണോ? മാമ്പൂർങ്ങളെ പറയാണോ? ശ്രേഷ്ഠതയിലെ 14-ാം രാവ് പോലെയാണ്. എവിടെ പോയി കളിയാക്കിയവർ എല്ലാം തകർന്നതേ. ഞാൻ അതിന്റെ തകർച്ചകളെ കുറിച്ചൊന്നും സംസാരിക്കല്ല. ഈ റബീഉൽ അവ്വൽ 12 അതിന്റെ മുമ്പത്തെ 12 ഞങ്ങൾ മദീനത്തുണ്ട്. അല്ലാഹു ധാരാളം നമ്മളെ അവിടെ എത്തിക്കുമാറാകട്ടെ. പക്ഷേ SOS കമ്മിറ്റി ഒരു പരിപാടിക്ക് ക്ഷണിച്ചു. രാത്രി ഇൻഡോർ പരിപാടിയാണല്ലോ, എല്ലാവരും വന്ന്
പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ റസാഖ് സാഹിബ് അതിന്റെ സെക്രട്ടറി ഡെൻമാർക്കിൽ നിന്ന് റസൂലിനെ കളിയാക്കിയ ആള് മുസ്ലിമായി വന്ന് ആളുകൾ അദ്ദേഹത്തിന് കൈപിടിച്ച് രംഗം പറഞ്ഞ പലപുത കുട്ടിയൊക്കെ പറയാൻ ഒരുപാട് പറയാൻ ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ലോകത്തെ എതിർത്തവരൊക്കെ അങ്ങോട്ട് പോവാൻ എല്ലാ റൂട്ടും മദീന. എന്താ കാര്യം? എന്താ കാലയവനികക്കുള്ളിൽ മൺമറഞ്ഞ ഇസങ്ങളുടെയും മനുഷ്യനിർമ്മിത പ്രസ്ഥാനങ്ങളുടെയും ശവപ്പറമ്പിൽ നിന്ന് വിമോചനത്തിനു വേണ്ടി തേടുന്ന ലോകമാനവകുലത്തോട് സത്യസുന്ദര നിത്യനൂതനാശയ സമർപ്പിച്ചതുകൊണ്ട് കാലദേശ ഭാഷ ഭേദമന്യേ കാലാന്തരങ്ങളെ കടത്തിവെട്ടി ചൈത്രയാത്ര തുടർന്ന് ബുദ്ധിജീവികളെ സിറ്റിങ്ങുകളിൽ മഹാ ഇതിഹാസമായി ശാസ്ത്ര ഗവേഷണ കേന്ദ്രങ്ങളിൽ മഹാതരംഗമായി ലോകത്തിന്റെ അഷ്ടദിക്കിലും നിത്യവിസ്മയമായി രാഗമായി താളമായി ശ്രുതിയായി ലയമായി ഒരേ ഒരാൾ ആമിനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരുണ്ട് പകരം വെക്കാൻ? പാശ്ചാത്യ കൊണ്ടുവാ, പൗരസ്ത്യ കൊണ്ടുവാ, ക്യാപിറ്റലിസ്റ്റുകാരെ കൊണ്ടുവരൂ, കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ടുവരൂ. ജനാധിപത്യം ലോകോത്തരമാണ്, പക്ഷെ ഇതുപോലുള്ള ആളെ കൊണ്ടുവരൂ. അതുകൊണ്ടാണ് ജനാധിപത്യത്തെ ഇവിടെ നടപ്പിൽ വരുത്താൻ പോകുന്ന നമ്മുടെ കെജ്രിവാളിനെ പോലുള്ള ആളുകൾ പോലും പറയുന്നത് ജനാധിപത്യത്തെ തന്നെ ഉമറിലൂടെ നടപ്പിൽ വരുത്തണമെന്ന്. മനുഷ്യത്വത്തിന്റെ പൂർണ്ണത പോലെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? അവിടുന്ന് പഠിപ്പിച്ചത് ഒരു സെക്കൻഡ് തെറ്റില്ല, ഒരു പോയിന്റ് തെറ്റുകയില്ല. അവിടുന്നൊന്നും സ്വന്തം പഠിപ്പിച്ചിട്ടില്ല. കാര്യകാരണക്കാരന്റെ ഇൽമു തെറ്റും, അത് മാറ്റും, അത് തിരുത്തും. മനുഷ്യനാണ്, ശരി തെറ്റൂല. അങ്ങനെ തെറ്റാത്ത ഇൽമിന്റെ ഉടമസ്ഥൻ മഫാത്തിഹുൽ ഗൈബ് കയ്യിലുള്ള ആള് നബിയുനാ റസൂലുള്ളാഹി. അവിടുന്ന് നമ്മോട് പറയുകയാണ്, ഖുർആനോട് പഠിപ്പിക്കുകയാണ്, യുർസിലുസ്സലാ അലൈക്കും മിദ്റാറാ. അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കോ, നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുമെന്ന്. അസ്തഗ്ഫിറുല്ലാഹ് മഴ കിട്ടുമോ? മഴ കിട്ടിയല്ലോ. കേരളത്തിൽ കിട്ടിയില്ലേ? കേരളത്തിൽ കിട്ടി. ചെറുപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് മഴയില്ലല്ലോ. ഒരുപക്ഷെ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. മഴ കിട്ടുന്നില്ല, സസ്യങ്ങളൊക്കെ ഉണങ്ങാൻ തുടങ്ങി, ആകെ പ്രയാസപ്പെട്ടു, പ്രശ്നമായി, വിഷമമായി. എന്ത് ചെയ്യും? അപ്പൊ കാലാവസ്ഥക്കാരോട് പറഞ്ഞാലോ, അവരിപ്പോ നാളെ പെയ്യും മറ്റന്നാൾ പെയ്യും എന്ന് പറഞ്ഞു. ശരിയാണ്, ഒക്കെ വളരെ ബഹുമാനിക്കേണ്ടതാണ്. പക്ഷെ ഇത് അടിസ്ഥാനപരമായി ഇപ്പം മഴ വേണം, എന്താ ചെയ്യാ? ഭൂഗർഭശാസ്ത്രജ്ഞന്മാരെ വിളിച്ചാലോ, അവർ ഗവേഷണം നടത്തി റിസൾട്ട് കിട്ടുമ്പോൾക്ക് ഇവിടെ എല്ലാവരും മരിച്ചു തുടങ്ങും. അപ്പൊ നമുക്ക് പെട്ടെന്ന് മഴ കിട്ടാനുണ്ടായ എല്ലാവരും പറഞ്ഞ് അസ്തഗ്ഫിറുല്ലാഹ് ധാരാളം ചൊല്ലുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ട്. നമുക്ക് മൂപ്പരെടുത്ത് പോയിട്ടൊന്ന് പറഞ്ഞു നോക്കുക. അതാരായിരിക്കും? അതാരാവണം? കേരളത്തിൽ ഇന്ന് വല്ല ഇൽമും കാണുന്നുവെങ്കിൽ ദമസ്കസിലും സഫാനിലും സമർക്കന്ദിലും ബഗ്ദാദിലും ഇരുന്നു കൊണ്ട് അവിടുത്തെ വിദ്യാഭ്യാസ വിദഗ്ധന്മാര് പറയുകയാണ്, നമുക്ക് കേരളം മോഡലാകണം, കേരളം നമുക്ക് റോൾ മോഡലാകണം, അതിന് സമസ്തയെ നമ്മൾ പഠിക്കണം. ഞങ്ങൾ പഠിച്ച മലേഷ്യയിലുണ്ടായി. അവിടുത്തെ ബഹുരസാണ്. അവിടുത്തെ നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും സലാത്തിൽ ഇമാമിന്റെ കൈപിടിച്ച് പോകുന്ന രംഗം. കുലാലംപൂരിലായാലും ചൗഹറിലായാലും അതേപോലെ ടൈപ്പിംഗിലായാലും ഇവിടത്തെ ഞങ്ങൾ പോയി. അപ്പോൾ ഒരു വലിയ പണ്ഡിതൻ ഞങ്ങളടുത്ത് പറയാം, മറ്റന്നാൾ ഇവിടെ വലിയൊരു പണ്ഡിത സംഘമുണ്ട്, കേരളത്തിൽ വലിയൊരു ആലിം ഇവിടെ വരുന്നുണ്ട്. ഞങ്ങൾ അപ്പോഴേക്ക് മലയാള പത്രം വായിച്ചിട്ട് കുറെ ദിവസമായി. ആരാന്ന് ചോദിക്കുമ്പോ പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ. ആലിക്കുട്ടി സാദ് അവിടെ വരുന്നതിനെ സംബന്ധിച്ച് അവർ പറയാം, ലോകം മുഴുവൻ കേരളം റോൾ മോഡലാകണമെന്ന് പറയുന്നുവെങ്കിൽ ഈ ഇൽമിനെ ഇവിടെ പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച റഈസുൽ മുഹദ്ദിസീൻ അവിടുത്തെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ, അവിടുത്തെ ബർക്കത്തുകൾ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ് കൊണ്ട് ജീവിച്ചു അല്ലേ? ഒരിക്കലും പള്ളിയിൽ നിന്ന് പെട്ടെന്ന് എടുത്തേ കാല് വെച്ചു, പെട്ടെന്ന് വയ്യോട്ട് വന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹ്. ഒരിക്കല് മേശമെന്ന് കാലം നാട്ടിപ്പോയി, അപ്പക്ക് അസ്തഗ്ഫിറുല്ലാഹ്. അതേപോലെ കാസർഗോഡ് ഭാഗത്തേക്ക് പോകുമ്പോ ഒരു പയമ്പരി ഒരു ചായയും വാങ്ങി. ചായ മൂപ്പരെ കുടിച്ച് പയമ്പരി കടലാസിൽ ഇങ്ങനെ പൊതിഞ്ഞു. കുറെ അങ്ങെത്തിയപ്പാണ് ഇത് കഴിച്ചു നോക്കുന്നത്. ഇതെന്താ സാധനം? പയമ്പരിയാണ്. ഉടൻ ഉസ്താദ് നോക്കിയിട്ട് പറഞ്ഞു, കാറ് തിരിക്കുന്നു. അപ്പൊ ഡ്രൈവറും കൂട്ടാൻ നാളും പറഞ്ഞു, ഉസ്താദെ മേൽപ്പാൽ അന്നില്ല, താഴെ ചൊവ്വ എടക്കാട് അവിടെ നിന്ന് മേൽപ്പാലല്ല, ട്രെയിന് പോകുമ്പോൾ ഗേറ്റും കൂടി കൂട്ടിയാലേ 10,000 ഉസ്താദിനെ കാത്തു നിൽക്കുകയാണ്. കേട്ടോ, അതൊക്കെ ദുനിയാവല്ലേ? കാറ് തിരിക്ക്. ആ മഷ്റയുണ്ടല്ലോ,
തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈആ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. അന്ന് പറഞ്ഞ ആ പരലോകമുണ്ടല്ലോ, ആ പരലോകത്തിൽ മൂപ്പര് രക്ഷപ്പെടുന്ന തിരിക്കുന്നു പറഞ്ഞു. കാറ് തിരിച്ച് കുറേ ഇങ്ങോട്ട് വന്നിട്ട് ആ തട്ടുകടക്കാരനെ വിളിച്ചിട്ട്, മോനെ ഇങ്ങോട്ട് വാ, അള്ളാഹിനോട് പൊറുക്കലിനെ തരണം. ഇത് പഴംപൊരി എന്ന് പറഞ്ഞ് വിൽക്കാൻ പാടില്ല. ഇതിൽ പഴം വളരെ കുറവും മാവ് കൂടുതലുമാണ്. പഴംപൊരി എന്ന് പറയുന്നത് പഴം മാത്രം പൊരിച്ചു വെക്കണം. ഇതിൽ മാവ് കൂടുതലും പഴം കുറവാണ്. അപ്പൊ അങ്ങനെ കുറെ അതിന് ഇവിടെ എങ്ങനെയാണ് പറയല്, നാട്ടുകാരൊക്കെ എങ്ങനെയാ പറയലെന്നൊക്കെ. സംഗതിയൊക്കെ ശരി തന്നെ മോനെ, നീ പറയുന്നതിൽ ഒരു കപടതയുണ്ട്, എനിക്കത് പറഞ്ഞു തരാതിരിക്കാൻ നിർവാഹമല്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ഒരു മനുഷ്യൻ കടന്നുപോയില്ലേ? ആ മഹാനുഭാവൻ ആരാണ്? ആ മഹാനുഭാവൻ ജനങ്ങൾക്ക് ക്ലാസ് എടുക്കും, കുട്ടിക്ക് തർബിയത്ത് ക്ലാസ് എടുക്കാൻ, സബക്ക് നടക്കാൻ ഇരിക്കുകയാണ്. പട്ടിക്കാട്ട് പെട്ടെന്നതാ കരച്ചിൽ തുടങ്ങുകയാണ്. ആ കരച്ചിൽ 20 മിനിറ്റോളം നീണ്ടു നിന്നു. 20 മിനിറ്റോളം. അപ്പോ കരച്ചിൽ എങ്ങനെ നിയന്ത്രിച്ചിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, പിന്നെ നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങളെ പഠിപ്പിച്ചിട്ട് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് ഞാൻ എന്റെ മക്കൾക്ക് കഞ്ഞി വാങ്ങിക്കൊടുക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് മാപ്പിറ, ഞാൻ 20 മിനിറ്റ് നിങ്ങളുടെ കവർന്നെടുത്തു പോയി. ശിഷ്യന്മാര് പറഞ്ഞു, എന്താ ഉസ്താദേ, എന്താ? അപ്പൊ പറഞ്ഞു, അതല്ല നിങ്ങൾ പൊരുത്തപ്പെടണം. പൊരുത്തപ്പെട്ടു. ക്ലാസ് തുടങ്ങി. ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ പറഞ്ഞു, നിങ്ങളെ വൈകുന്നേരത്തെ ഫ്രീ ടൈം ഉണ്ടല്ലോ, ഒഴിവ് സമയം, ആ സമയത്ത് നിങ്ങൾ ഇങ്ങോട്ട് വരണം, എന്നിട്ട് നമുക്ക് നഷ്ടപ്പെട്ട 20 മിനിറ്റ് വീണ്ടെടുക്കണം. ആ 20 മിനിറ്റ് വീണ്ടെടുത്തു. അപ്പൊ ഒരു കുട്ടി ചോദിച്ചു, അല്ല ഉസ്താദ് എന്തിനാ രാവിലെ കരഞ്ഞത്? എടോ, സുബഹിക്ക് പള്ളിയിൽ വെച്ച് ഇമാമോദിയ ചെറിയൊരു സൂറത്തിന്റെ ആയത്ത് എന്നെ പിടിച്ച് കുലുക്കുകയായിരുന്നു. ഒരണുമണിക്കൂട്ടം തിന്മാരെങ്കിലും ചെയ്താൽ അതവിടെ കാണിക്കപ്പെടുമെന്ന ചിന്ത. നോക്കൂ നിങ്ങൾ, ആ മനുഷ്യന് അസ്തഗ്ഫിറുല്ലാഹ് ചെല്ലൽ മാത്രമല്ല, അങ്ങനെ തന്നെ ജീവിച്ച മനുഷ്യനാണ്. ആ മനുഷ്യന്റെ അടുത്തേക്ക് പോയ ഉത്തരം കിട്ടാണ്ടിക്കോ? ഇങ്ങനെ കിട്ടാണ്ടിക്കുക കിട്ടുമല്ലോ. ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് എങ്ങനെ ഒന്ന് വരണം. ആയിക്കോട്ടെ, നിങ്ങൾ അവിടെ കുറച്ച് ജനങ്ങളെല്ലാം കൂട്ട്, നമുക്ക് കുറച്ച് ഇസ്തിഗ്ഫാറെല്ലാം ചെയ്ത് ദുആ ചെയ്ത് നോക്കാം. അവിടെ പോയി ഇതേപോലെ ഒരു മൈക്കൊക്കെ വെച്ചത്രേ, എന്നിട്ട് ഒരു ഇസ്തിഗ്ഫാറൊക്കെ ചൊല്ലി ഒറ്റ ദുആ, اللهم اسقنا غيثا مغيثا هنيئا مريئا لا تجعلنا من القانطين. എല്ലാവരും ആമീൻ പറഞ്ഞു. മഴ അങ്ങോട്ട് പെയ്യുന്നില്ല. അപ്പൊ ആളുകളൊക്കെ ഇങ്ങനെ പിരിഞ്ഞു പോവാ. അപ്പോ മുജാഹിദ് സുഹൃത്തുക്കൾ പറഞ്ഞു, കണ്ണിയനിപ്പോ മഴയും കൊണ്ടുവരും. കണ്ണിയെന്നാ വിളിക്കുക, എന്റെ ഉസ്താദിന്റെ ഉസ്താദാണ്, എന്റെ ഉസ്താദ് എപ്പോഴും ഉണ്ട്, അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാകട്ടെ, ആഫിയത്തോടെ നൽകുമാറാകട്ടെ. കണ്ണിയെന്നാണ് ബഹുമാനപൂർവ്വം വിളിക്കുക. അപ്പോ ആളുകൾ ഇങ്ങനെ പോകുമ്പോൾ ഈ മൈക്ക് ഓഫാക്കിയില്ല, ഈ സ്വിച്ച്. ഉസ്താദ് പറയാ, പഠിച്ചോൻ ഈ അഹമ്മദ് പറഞ്ഞ് മാറണമെങ്കിൽ മഴ അങ്ങോട്ട് പെയ്യണം. മഴ പെയ്യാതെ അഹമ്മദ് പറഞ്ഞ് മാറുകയില്ല. ഇത് കേട്ട ആളുകളും വന്നു. അപ്പോഴേക്കുണ്ട് കാർമേഘം വരുന്നു, തണുത്ത കാറ്റും വരുന്നു, പേരാപ്പുറം മഴ അതാ പെയ്യുകയാണ്. അത്ഭുതകരമായ മഴ. സുബ്ഹാനല്ലാഹ്. കാലാവസ്ഥാ നിരീക്ഷകനല്ല കണ്ണിയത്ത് ഉസ്താദ്. കാലാവസ്ഥാ നിരീക്ഷകന്മാർ പെയ്യും പെയ്യാതിരിക്കാം എന്ന് പറയും. കണ്ണിയത്ത് ഉസ്താദ് മഴ വേണമെന്ന് പറഞ്ഞു. അടിസ്ഥാനപരമായ അറിവുള്ള ആളാണ്. കാര്യകാരണത്തിന്റെ ഇൽമൊന്ന് വേറെ, അടിസ്ഥാനപരമായ ഇൽമു ഒന്ന് വേറെ. അടിസ്ഥാനപരമായ ഇൽമുള്ളവർ അവർ ലോകത്തെ വിസ്മയിപ്പിച്ചു കളയും. ഞാനിപ്പോ കണ്ണിയത്ത് ഉസ്താദിന്റെ നാട്ടിൽ 2 ദിവസം വാതിലുണ്ടായിരുന്നു, 5-6 മാസം മുമ്പ്. വാതിൽ കഴിഞ്ഞ് സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ 4 ആൾ വന്നു കട്ടൻ ചായ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നിങ്ങൾക്ക് ഉസ്താദിനെ കുറിച്ച് പറയാൻ, നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തൊരു കാര്യം പറഞ്ഞു തരട്ടെ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, വളരെ സന്തോഷം, സമയമുണ്ടോ? ഞാൻ എന്ത് സമയം, നേരം വെളുക്കുന്നവരെ ഉസ്താദിനെ കുറിച്ച് കേൾക്കാൻ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. അപ്പൊ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഒരാള്, വാഴക്കാട്ട് ഒരാള്, അയാൾക്ക് കല്യാണം കഴിച്ചിട്ടൊന്നും മക്കളില്ല. നിരവധി ടെസ്റ്റ് ഡോക്ടർമാരെ നടത്തി അവസാനം 30 ഉറുപ്പിന്റെ ഗുളികറ്റ എഴുതിയത്. അപ്പൊ ഇയാൾ ചോദിച്ചു, അല്ല ഇങ്ങനൊക്കെ ടെസ്റ്റ് എടുത്തിട്ടും ഗുളിയല്ലേ, അല്ല രോഗമില്ലാണ്ട് ഞങ്ങളെങ്ങനെ ഞങ്ങൾക്ക് ഗുളിക എഴുതുകയെന്ന് ചോദിച്ചു ഡോക്ടർമാര്. അപ്പൊ ഞാനെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് ദൈവത്തോട് പറയാനാണ്, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. മെഡിക്കൽ സയൻസിന്റെ സമ്പൂർണമായ നിസ്സാരത, അല്ലെങ്കിൽ അതിന്റെ നിസ്സഹായത. ശരി, അങ്ങനെ ഉസ്താദിന്റെ അടുത്തേക്ക് വന്നു അയാൾ. ഉസ്താദെ, കല്യാണം കഴിച്ചിട്ട് കുറേയായി, നിങ്ങളൊന്ന് ദ്വാരക്കണം, എനിക്ക് മക്കളില്ല. ഉസ്താദ് നേരെ മേലോട്ട് നോക്കിയിട്ട് പറഞ്ഞിട്ടല്ല, അവിടെ ഞാൻ കാണുന്നില്ല എന്നാണ്, എനിക്ക് മക്കളുണ്ടാവൂല. എവിടെ എവിടെ? 2000 ആകാശം കണ്ടോവർ വെറുമാലെ കൂട്ടിൽ രാജാളി എന്നോവർ.
ഗൗസുൽ മാസായത്. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലേ, ആത്മലോകത്തെ ചക്രവർത്തിയില്ലേ എന്ന അഭിമാനത്തോടെ പറഞ്ഞ മഹാനുഭാവന്റെ ഓർമ്മകളിലൂടെ റബീഉൽ ആഖിർ കടന്നു പോകുമ്പോ അള്ളാഹുവേ നിങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാനേ. അവരൊക്കെ പറഞ്ഞില്ലേ, ഇരുന്ന ഇരിപ്പെന്ന് കാണും. ബൈനോക്കുലറിന് പരിധിയുണ്ട്, ഹെലികോപ്റ്ററിന് പരിധിയുണ്ട്, ഇതിന് പരിധിയില്ല. ആ മഹാന്മാരുടെ പിൻഗാമികളാണ്. അവരൊക്കെ ചൊല്ലിയത് അസ്തഗ്ഫിറുള്ളയാണ്. അതിന്റെ പൊരുളുകൾ ലോകത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പാരമ്പര്യത്തിലൂടെ ജീവിച്ച ഉസ്താദ് പറയുകയാണ്, നിനക്ക് മക്കളുണ്ടാവില്ല എന്നാണ് ഞാൻ കാണുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ ഇയാളെ ഇരുന്ന് കരയാൻ തുടങ്ങി. അയാളെ എഴുന്നേൽപ്പിച്ചിട്ട് ഉസ്താദ് തന്റെ തോളുള്ള ഷാലെടുത്തിട്ട് ഇങ്ങനെ വീശി. എന്നിട്ട് പറഞ്ഞു, കരയണ്ട, ആ അല്ല ഞാൻ നീക്കിയിരിക്കുന്നു, എനിക്ക് മക്കളുണ്ടാവും. അയാൾക്ക് ഇന്ന് 3 മക്കളുണ്ട്. മെഡിക്കൽ സയൻസ് എന്ത് പറയും അവിടെ? എന്ത് പറയും? സ്ത്രീ എന്ന് പറയും, അതൊരു നിഗൂഢതയാണെന്ന് പറയും. അല്ലെ, അതിലപ്പുറം പറയാൻ കഴിയില്ല. ലോകത്തിന് മഹാത്ഭുതമാണ് ഈ അറിവ്. ഇത് അടിസ്ഥാനപരമായ അറിവ്, ഗംഭീരമായ അറിവ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ ആലോചിക്കണം, അത്ഭുതകരമാണ്. മഹാനായ കണ്ണിയത്തില്ലാതെ അസ്തഗ്ഫിറുള്ള കൊണ്ട് കളിച്ച ആളാണ്, ഇങ്ങനെ തന്നെ ജീവിച്ച ആളാണ്. മഴ വേണമെന്ന് പറഞ്ഞാലും മഴ. കാരണം അവരുടെ കൈ അല്ലാഹും അള്ളാലേക്ക് ഇങ്ങോട്ട് എടുത്ത അള്ളാഹ് അവന്റെ കയ്യാവും, അള്ളാഹ് അവന്റെ കാലാവും. അതുകൊണ്ടല്ലേ ഗൗസുൽ ആലം കോഴിയെ പറപ്പിച്ചത്. ഗൗസുൽ ആലം അസ്തഗ്ഫിറുള്ളാന്റെ ആളാണ്, റിഫായി ശൈഖ് അസ്തഗ്ഫിറുള്ളാന്റെ ആളാണ്, ഷെയ്ഖ് ഷാദിലി അസ്തഗ്ഫിറുള്ളാന്റെ ആളാണ്, ഗരീബ് നവാസ് അസ്തഗ്ഫിറുള്ളാന്റെ ആളാണ്, ഷാഹ് വലിയുല്ലാഹി ദൗലവി അസ്തഗ്ഫിറുള്ളാന്റെ ആളാണ്. അസ്തഗ്ഫിറുള്ള ചൊല്ലിയാൽ പ്രകൃതി മുഴുവൻ അവരേക്ക് നന്നണയുകയാണ്. ഗൗസുൽ ആലം വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങി. ഗൗസുൽ ആലം ലോകം കണ്ട 1-ാം തരം പ്രഭാഷകൻ, ഗൗസുൽ ആലം ലോകം കണ്ട 1-ാം തരം ഗ്രന്ഥകാരൻ, ഗൗസുൽ ആലം ലോകം കണ്ട 1-ാം തരം സാഹിത്യകാരൻ, ഗൗസുൽ ആലം ലോകം കണ്ട 1-ാം തരം കച്ചവടക്കാരൻ, വലിയ സമ്പന്നൻ, 3-4 കപ്പലുള്ള വലിയ സമ്പന്നൻ. ആ ഗൗസുൽ ആലം വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങി. ധാരാളം കുട്ടികൾ വരുന്നുണ്ട്. ഒരു ഉമ്മ ഒരു കുട്ടിനായിട്ട് വന്നിട്ട് പറഞ്ഞു, എന്റെ കുട്ടിയെ നിങ്ങളിവിടെ പഠിപ്പിക്കണം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ആ കുട്ടിനെ പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ ഉമ്മയോട് ഇവര് പറഞ്ഞു, പിന്നെ ഉസ്താദ് ഗൗസുൽ ആലം പറഞ്ഞു, ഇടക്കിടക്ക് വന്ന് കാണരുത്, എപ്പോഴെങ്കിലും ഒന്ന് വന്ന് കണ്ടാൽ മതി. ആയിക്കോട്ടെ. അങ്ങനെ കുട്ടിനെ കാണാൻ വരിക ഉമ്മ ഒരു ദിവസം. കുട്ടിനെ കണ്ടപ്പോ കുട്ടി ക്ഷീണിച്ചവശനായിട്ടുണ്ട്. ഉമ്മ ചോദിച്ചു, അല്ല ഇവിടുന്ന് ഭക്ഷണമൊന്നും കിട്ടില്ലേ? പരിപരത്തെ റൊട്ടിയും കിട്ടും, കുറച്ച് വെള്ളവും കിട്ടും, ഇത്രയേ ഉള്ളൂ. നേരെ ഗൗസുൽ ആലമിന്റെ റൂമിലേക്കിട്ട് പോയി. പ്രിൻസിപ്പൽ മൂപ്പര് നല്ല കോയിറച്ചി തിന്നിട്ട് എല്ലിങ്ങനെ ഒഴിവാക്കുന്നു. ഉമ്മയുടെ നീതിബോധം ഉണർന്നു. ഉമ്മ ചോദിച്ചു, നിങ്ങളാപ്പ വലിയ മൊഹിയത്തുന്ന മുത്തുനബിന്റെ ആൾ നിങ്ങളാണോ? മുത്തുനബി എന്താ പറഞ്ഞത്? മല്ലം റഹം സദീറന വലം യവക്കർ കബീറന ഫലൈസ മിന്നാ. വെള്ളക്കുപ്പായത്തിന്റെ മഹത്വ റസൂൽ പറഞ്ഞിട്ട്, പക്ഷെ അത് ധരിക്കാത്തവൻ മുസ്ലിം അല്ല എന്ന് പറഞ്ഞിട്ടില്ല. കുഞ്ഞുമക്കളെ സ്നേഹിക്കാത്തവനും വലിയവരെ ബഹുമാനിക്കാത്തവനും മുസ്ലിമേ അല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനത്തെ റസൂലിന്റെ പൊസിഷനിൽ ഞങ്ങൾ പറഞ്ഞതല്ലേ, ലികുല്ലി വലിയിൻ ലഹു ഖദമു ഇന്നി അലാ അലാ, അറിഞ്ഞുകൊള്ളണേ നബി ബദരിൽ അലാ ഖദമി നബി ബദരിൽ കമാലി. ഞാൻ എന്റെ പൂർണ്ണചന്ദ്രന്റെ കാൽപ്പാടിലാണ് മുഹമ്മദ് മുസ്തഫ. അല്ലെ, എല്ലാ വലികളും ഓരോ നബിവാശി, ഞാനെന്റെ ശരിയാണ്. പക്ഷെ പെണ്ണുങ്ങൾ ചോദിക്കണം, ആരെ മുമ്പിൽ നീതിക്ക് വേണ്ടി ചോദിക്കണം. ചോദിച്ചപ്പോ ഗൗസുൽ ആലം തളർന്നു പോയി. പെട്ടെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു, എല്ലും കെടുക്കട. എല്ല് മേശപ്പുറത്ത് വെച്ചിട്ട് പറഞ്ഞു, കോഴിയായിട്ട് പറക്കട. എല്ലിന്റെ മുഖത്ത് മാംസമത, മാംസത്തിന്റെ മുഖത്ത് വർണ്ണ മനോഹര ചിറകുമത. കോഴി ചിറകടിച്ച് പറക്കുകയാണ്. തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കും കോഴി തിമിർത്താടുമ്പോ ഉമ്മ അതാബോധം കെട്ട് വീഴുകയാണ്. സുബ്ഹാനല്ലാഹ്, കോഴിയുടെ മുള്ളോട് കുഴഞ്ഞ് ചെന്നാറ് ഉഷാദ് തൂകി പറപ്പിച്ചു വിട്ടോവർ.
കയ്യായി കാലായി. അമേരിക്ക കോഴിനെ പറപ്പിക്കും, പക്ഷെ കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കണം. ആ ചാർജ് തീർന്നാ കോഴി ഊകും, പക്ഷെ ആ കോഴിനെ തിന്നാൻ പറ്റൂല. അമേരിക്ക ഇപ്പൊ മഴ പെയ്യിപ്പിച്ചല്ലോ, ഹെലികോപ്റ്റർ മേഘങ്ങളിലേക്ക് പറപ്പിച്ച് കൂട്ടിയിടിപ്പിച്ച് മഴ പെയ്തു. ചാറ്റൽ മഴയെ പെയ്തിട്ടുള്ളൂ, കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കേണ്ടി വന്നു. അതൊരു കാര്യകാരണത്തിന്റെ ഇൽമാണ്. പക്ഷെ കണ്ണിയത്തസ്താതെ മഴ പെയ്തേ പറ്റൂന്ന് പറഞ്ഞു. 5 പൈസന്റെ ചെലവില്ല, മഴ പെയ്തു. രണ്ടും വ്യത്യസ്തമാണ്. ഔസുലാദം പറക്കടാ കോഴി എന്ന് പറഞ്ഞു. ഔസുലാദമിന്റെ കോഴിനെ പിന്നെയും തിന്നാൻ പറ്റൂ. ഉമ്മന്റെ മുഖത്തേക്ക് വെള്ളം കൊടിഞ്ഞു, ഉമ്മ ബോധം കെട്ടു, ബോധം തെളിഞ്ഞു. ഉമ്മക്ക് വിറക്കുക, നിങ്ങളെ മോന് ഈ ഒരു അവസ്ഥ ഉണ്ടാകാൻ വേണ്ടി ഞാൻ തെറബിയത്തില. അപ്പൊ ഭക്ഷണം ചിലപ്പോൾ നിയന്ത്രണം വേണ്ടി വരും. അല്ല നിങ്ങളെ മോനെ മോഡിഫൈ ചെയ്യണോ, നല്ല മോഡിഫൈ ചെയ്യണോ, നല്ല ഭക്ഷണം കൊടുക്കുക, നിങ്ങൾ പറയുന്ന വിദ്യാഭ്യാസം കൊടുക്കുക. ഉമ്മ പറഞ്ഞു, എന്റെ മോനെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തു. ആ മോൻ പിന്നെ വലിയായി. ഔസുല്ലാദമിന്റെ കൈ അല്ലായതാണത്. ഔസുല്ലാദമിന്റെ കാതല്ലാഹു ആകുകയാണ്, കണ്ണല്ലാഹു ആകുകയാണ്, കാലല്ലാഹു ആകുകയാണ്. അങ്ങനെ വന്നാൽ അത്ഭുതകരമാണ്. അസ്തഗ്ഫിറുല്ലയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പുണ്യനബി മുഹമ്മദ് മുസ്തഫ അല്ലേ, അസ്തഗ്ഫിറുല്ല ഒരു ദിവസം 100 വട്ടം ചെല്ലുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തിനാ നബി അസ്തഗ്ഫിറുല്ല 100 വട്ടം ചെല്ലുന്നത്? മുഹറം 10ന്റെ ഒരുപാട് പ്രത്യേകതകളിൽ ഒരു പ്രത്യേകതയാണ് നബിക്ക് മുൻകഴിഞ്ഞവും പൊറുക്കപ്പെട്ടു, പിന്നാലെ വരുന്നവും പൊറുക്കപ്പെട്ടു. പിന്നെ എന്തിനാ നബി അസ്തഗ്ഫിറുല്ല ചെല്ലുന്നത്? എന്തിനാ? അള്ളാന്റെ സ്നേഹം കിട്ടാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് അസ്തഗ്ഫിറുല്ല. അതിന്റെ പൊരുളുകൾ അപാരമാണ്, അനന്ത സാധ്യതകളാണ്. നമ്മൾ വിചാരിച്ച് ദോഷം പൊറുക്കൽ മാത്രമാണെന്നാ, പറഞ്ഞാൽ തീരാത്തതാണ്. റസൂൽ ഒരിക്കലും മദീനത്തെ പള്ളിയിൽ നിൽക്കുക. അപ്പോണ്ടൊരു സഹാബി ഓടിവരുന്ന ഇമാം ബുഖാരി തങ്ങളെ പറയുകയാണ്, ഓടുവന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഫലകത്തിൽ മവാസി വതകഫാതിസ് സുബുൽ. വെള്ളല്ല നബിയെ, വെള്ളല്ലെങ്കിൽ ഒട്ടക യാത്ര പോവില്ല, ഷാമിലൊന്നും പോയി ചരക്കും തീരൂല, നാടുണങ്ങിപ്പോവും. പഠിച്ചോനെ, ഞാനിപ്പോ ഭൂഗർഭശാസ്ത്രത്തിന് വെള്ളം ചൂണ്ടുവരാൻ പറ്റൂല എന്ന് റസൂൽ തല ചൊറിഞ്ഞോ? ഇല്ല. ഒരു വെള്ളിയാഴ്ച മുതൽ പിറ്റേത്തെ വെള്ളിയാഴ്ച വരെ പെരുമഴ. പിറ്റേത്തെ വെള്ളിയാഴ്ച ഒരാൾ വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് തഹദ്ദമത്തുൽ ബുയൂത്. ഈ മഴ താങ്ങാൻ ഞങ്ങളെ വീടിന് കഴിയുന്ന ചെറിയ വീടല്ലേ നബി, വീടൊക്കെ പൊളിഞ്ഞു പോവുക. അപ്പൊ എന്തെയ്യണ്ട, മഴ നിന്നിട്ടണം. തന്റെ ചൂണ്ടാണി വിരൽ കയറുകയാണ്, അല്ലാഹുവിനോട് പോവാണ്, മേഘങ്ങളെ അൽ ആകാം മനാബിത്തു ശജർ ബുതൂനിൽ ഔദിയ. ഒരു കൂട്ടം മേഘങ്ങൾ ആ ഗിരിനിരകളിലേക്ക് പോകട്ടെ, ഒരു കൂട്ടം മേഘങ്ങൾ ആ താഴ്വാരത്തേക്ക് പോകട്ടെ, ഒരു കൂട്ടം മേഘങ്ങൾ ആ പുല്ലുമുളക്കുന്ന ഭാഗത്തേക്ക് പോകട്ടെ. എന്താണ്ടായത്? വസ്ത്രം നീങ്ങുന്ന ലാഘവത്തോടെ മേഘം നീങ്ങിപ്പോയി. നിഷേധിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? എന്താ കാര്യം? അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളാണ് മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ ഇഷ്ടം തിരിച്ചു കിട്ടാൻ വേണ്ടി നബി ഉപയോഗിച്ച ഏറ്റവും വലിയ ആയുധമാണ് അസ്തഗ്ഫിറുല്ലാഹ്. ആ അസ്തഗ്ഫിറുല്ലാഹ് ഉണ്ടെങ്കിലൊന്നും ഭയപ്പെടേണ്ടതില്ല. ആ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിയാൽ യുർസിലുസ്സമാഅലൈക്കും മിദ്റാറാ. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ മുൻ പ്രസിഡന്റ്, കരുളായി യതീംഖാനയുടെ മുൻ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ അവരുടെ ദർജ അല്ലാഹു ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. മൂപ്പരെ കൂടെ പലപ്പോഴും പോകാൻ അവസരം കിട്ടിയത്. അവസാനം ഞങ്ങൾ പോയത് വയനാട്ടിലെ സുൽത്താൻ ബത്തേരി പനമരത്തൊരു പരിപാടി. അത് കഴിഞ്ഞിട്ട് സുൽത്താൻ ബത്തേരിക്ക് അപ്പുറത്ത് അമ്പലവയലിന്റെ ഒരു പരിപാടി. പനമരത്തെ പരിപാടി കഴിഞ്ഞ് ഞാൻ വേറൊരു കാറിലും തങ്ങൾ വേറെ കാറിലാണ്. തങ്ങൾ പോയ അവിടെ എത്തിയ സംഘാടകരെ വിളിച്ചു ചോദിച്ചു, അല്ല തങ്ങൾ ഇവിടെ എത്തിയിട്ട് നിങ്ങളവിടെ പോയി നോക്കുമ്പോൾ അരമണിക്കൂർ മുമ്പ് തങ്ങളുടെ ഡ്രൈവറോട് ചോദിച്ചത് എന്ത് പറക്കല. അത് സംഘാടകർ പറഞ്ഞത് 5 മിനിറ്റ് മുമ്പ് എത്തുക എന്നുള്ളതാണ് മൂപ്പര പരിപാടി. 5 ഗിയറിലിട്ട് ചവിട്ടാൻ പറ്റുന്നൊക്കെ അങ്ങനെ ചവിട്ടും, അല്ലാത്തത് സെക്കൻഡിലിട്ട് ചവിട്ടും, എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കുന്ന ഡ്രൈവറെ തമാശ. ആ മുഖം തന്നെ ഗാംഭീര്യം സ്വീകരിക്കുന്ന മുഖായിരുന്നു. തങ്ങളും ചെറുശ്ശേരി ഉസ്താദും കൂടി ആന്ധ്രാപ്രദേശിലെ പുക്കല്ലൂരിൽ പോയി ജനങ്ങളോട് നിങ്ങൾ ഇങ്ങനെ ജീവിച്ചാൽ പോരാ, മരണമുണ്ട്, പള്ളിയൊക്കെ ഉണ്ടാക്കണോ? അവരെല്ലാം ഉന്നയിച്ചെന്താ പറഞ്ഞത്? ശരി, ഇപ്പം ഞങ്ങൾക്ക് പള്ളിയേക്കാൾ വേണ്ടത് മഴയാണ്. ഇവിടെ ഈ മഴയല്ലായിട്ട് കൃഷിയൊക്കെ ഉണങ്ങുക. എടുത്ത വഴിക്ക് തങ്ങൾ എന്താ പറഞ്ഞത്? വെള്ളം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കാലാവസ്ഥക്കാർക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? വെള്ളം ഞാൻ കൊണ്ടുവന്നിട്ട് ഒരു കുപ്പി വെള്ളം പോലെ ചെറുശ്ശേരി ഉസ്താദിന് അന്തം വിട്ടു എന്നാ പറയുന്നത്. അൽ ഫാത്തിഹ ഉസ്താദിനോട് ദ്വാരക്കമണം തങ്ങൾ ആമീൻ പറഞ്ഞു. അവർ എയർപോർട്ടിൽ എത്തുമ്പോൾ പിന്നെ നിരന്തരം ഫോൺ കോളാണ് അത്തരം. ഞങ്ങൾക്ക് ഇവിടെ അത്ഭുതകരമായ മഴ ലഭിച്ചു തങ്ങളെ. മഴ കിട്ടി. അവരൊരു മദ്രസ ഉണ്ടാക്കി. മദ്രസക്ക് അവിടെ പോയിട്ട് വന്ന് മദ്രസ
സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഈ നീലഗിരി ജില്ലയിൽ തങ്ങളും ഞങ്ങളെല്ലാം കൂടി ഒരു ജാഥ നയിച്ചു. എനിക്ക് തോന്നുന്നു 5-8 കൊല്ലായി. മെഹ്ഫിൽഡോ അല്ലെങ്കിൽ അതേപോലുള്ള വേറൊരു സ്ഥലത്തോ എത്തിയപ്പോൾ ആളുകൾ ഇങ്ങനെ വട്ടം കൂടുന്നു. സംഘാടകരോട് മെല്ലെ ചോദിച്ചു, എന്താ പരിപാടി? അബ്ബാസ് അലി തങ്ങൾ വരുന്നിടത്തൊക്കെ ആളുകൾ. അപ്പൊ പറഞ്ഞു, മുമ്പൊരിക്കലും മഴയില്ലാത്ത കാലത്ത് മുമ്പ് ഇവിടെ വന്നു, ദുആ ഇറക്കണേന്ന് പറഞ്ഞ കാറിന് ഇങ്ങോട്ട് ഇറങ്ങി. എല്ലാവരും ഒന്നുമില്ല, ദുആ കഴിഞ്ഞപ്പോൾക്ക് മഴയും. അതോടുകൂടി പിന്നെ തങ്ങളെ ഭയങ്കര വിശ്വാസമാണ്. മഴ അടിസ്ഥാനപരമായ കാരണം പശ്ചിമഘട്ടമല്ല. പശ്ചിമഘട്ട മലനിരകൾ അതിന്റെ കാര്യകാരണമാണ്. പശ്ചിമഘട്ട മല നാളെ ഇല്ലാണ്ടായാൽ കേരളയിൽ മഴ പെയ്യണ്ടേ? പശ്ചിമഘട്ട മല ചിലപ്പോൾ ഇല്ലാണ്ടാവാം. എത്ര കടൽ കരായിട്ടുണ്ട്, എത്ര കര കടലായിട്ടുണ്ട്. സൗദി അറേബ്യ ഒക്കെ കടൽ കരയായതാ. അതിന്റെ ഭൂമിശാസ്ത്രം കണ്ടിട്ടില്ല? നിങ്ങളുടെ ഭൂമിയുടെ കിടപ്പ് കണ്ടിട്ടില്ല നിങ്ങൾ? കടലിൽ പോയി കര ഉണ്ടാവും, കടലിൽ കയറിയിട്ട് കര ഇല്ലാണ്ടാവും, അങ്ങനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പശ്ചിമഘട്ട മലനിര മുഴുവൻ ലോകത്തില്ലാണ്ടായി. എന്നാ പിന്നെ വേറെ മഴ പെയ്യണ്ടെന്നാ? മഴ കൊണ്ടുവരുന്നത് പശ്ചിമഘട്ടമാണോ? അല്ല. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥക്ക് പ്രകൃതിയെ ചൂഷണം ചെയ്യരുത് മറ്റൊരു വിഷയം. നമ്മൾ ആ റിപ്പോർട്ടിൽ കക്ഷി ചേരുകയല്ല. പക്ഷേ അടിസ്ഥാന കാരണം പശ്ചിമഘട്ടമല്ല, അടിസ്ഥാന കാരണം വേറാണ്. ആ അറിവാണ് അള്ളാന്റെ പ്രവാചകൻ അറിഞ്ഞു കിട്ടിയത്. അതാണ് പറയുന്നത്, അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കട്ടോ, മഴ കിട്ടും, മഴ കിട്ടും. സുബ്ഹാനല്ലാഹ്. ഇന്ത്യയുടെ സുൽത്താനാരാൻ ഗരീബ് നവാബ് മൊയ്നുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീദ്. അവിടെ സന്ദർശിക്കണം, ബഖ്തിയാറുൽ കൗഫിയെ കാണണം, നിജാമുദ്ദീൻ ഔലിയെ കാണണം. ഡൽഹിയുടെ കഴിഞ്ഞകാല പ്രതാപത്തിന്റെ അവശിഷ്ടങ്ങളിലൂടെ കണ്ണീരോടെ നടക്കണം. ഗതകാല മുസ്ലിം നാഗരികതയുടെ ചൈതന്യമോർക്ക് കുറയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാനൊരുപാട് വീട്ടിൽ നിങ്ങളും പോയിട്ടുണ്ടാവാം. അജ്മീർ സുൽത്താൻ ആരാ? മൂപ്പര് കടന്നു വരുമ്പോ ആരാ രാജ്യം ഭരിക്കുന്നത്? പൃഥ്വിരാജൻ. ആരോ പറഞ്ഞു കൊടുത്തു ഭീകരവാദിയാണ്, അതല്ലെങ്കിൽ കക്ഷിത്തുണ്ടാക്കുന്ന ആളാണ്. മൂപ്പരെ പിടിച്ച് അറസ്റ്റ് ചെയ്തു. മൂപ്പരെന്താ പറഞ്ഞത്? ഇവിടെ എവിടെയും വെള്ളം വേണ്ട. എന്താ വെള്ളം മൂപ്പര കയ്യില? വെള്ളം മൂപ്പര കയ്യിലാണ്. വെള്ളം പറ്റി എത്രത്തോളം എന്നറിയോ? മൃഗങ്ങൾ ചാവാൻ തുടങ്ങി, പക്ഷികൾ ചാവാൻ തുടങ്ങി, കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലിൽ പാലില്ല, മാതാക്കളുടെ അമ്മിഞ്ഞിപ്പാൽ ഉണങ്ങിപ്പോയി. പൃഥ്വിരാജൻ മന്ത്രിസഭ വിളിച്ചു ചേർത്തു. ഭരണകക്ഷികളും പ്രതിപക്ഷ കക്ഷികളും വാഗ്വാദായി. രാജാവേ, വ്യവസായം പിന്നെ, വിദ്യാഭ്യാസം പിന്നെ, പൊതുമരാമത്ത് പിന്നെ, ആഭ്യന്തരം പിന്നെ, ഇപ്പം വെള്ളം വേണമെന്ന് പറഞ്ഞു. രാജാവ് നടുക്കളത്തിൽ ഇറങ്ങിയിട്ട് പറഞ്ഞു, എല്ലാം പിന്നെ. അടിസ്ഥാനപരമായി നമ്മുടെ റവന്യൂ വരുമാനം 100% വെള്ളത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. അപ്പൊ കൊട്ടാരവാതിൽ ഒരാൾ മുട്ടും. ആരവിടെ? വാതിൽ തുറക്കൂ. വാതിൽ തുറന്നപ്പോ രുദ്രാക്ഷമാലയണിഞ്ഞ് സിന്ദൂര പൊട്ടണിഞ്ഞ ഒരു സന്യാസി ശ്രേഷ്ഠൻ. എന്താ വന്നത്? ഒരു കാര്യം പറഞ്ഞോട്ടെ, അതിനുവേണ്ടി വന്നതാ. നിങ്ങളെ ഭരണപ്രതിപക്ഷ വാഗ്വാദം കൊണ്ടോ നിങ്ങളെ റവന്യൂ വരുമാനം കൊണ്ടോ ഒന്നും വെള്ളം കിട്ടൂല. വെള്ളം വേണോ? ഏതോ മഹാൻ നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അവിടെ പോയിട്ട് വെള്ളം താ, വെള്ളം താ എന്ന് പറ. അനുസരണയോടെ അവർ പോയി, ക്ഷമിക്കണേ, മാപ്പാക്കണേ, ഞങ്ങൾക്ക് വെള്ളം തരണേ. കുറച്ച് വെള്ളമെടുത്തിട്ട് പറഞ്ഞു, ആ തോട്ടിലും ഈ പുഴയിലും ആ കിണറിലും ആ തടാകത്തിലും എത്തിക്കുക, നമുക്ക് വെള്ളമാവും. വെള്ളമുണ്ടായി. 10,000 ആളുകൾ ആ പ്രകാശ തീരത്തേക്ക് വന്ന് വിളിച്ചു പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്താ ഇത്? ചിശ്തി തരീഖത്തിൽ 10,000 ചെല്ലുന്ന ദിക്റേതാ ഒന്നാമത്തേത്? അസ്തഗ്ഫിറുല്ലാഹ്. ഖാദിരിയ തരീഖത്തിൽ 10,000 ചെല്ലുന്ന ദിക്റേതാ? അസ്തഗ്ഫിറുല്ലാഹ്. ഏത് തരീഖത്തിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇമാം ഷാദിലി തങ്ങൾ, അവിടുത്തെ ഇന്നത്തെ മുരീദാണ് നമ്മളെ അത്തിപ്പറ്റ ഉസ്താദ്, അല്ലാഹു ആഫിയത്തോടെ ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അല്ലേ? ഷാദിലി തങ്ങൾ ഇങ്ങനെ പാടുമായിരുന്നു എന്നാ, മൗത്തി ഹയാത്തി മഹ്വി സുബാത്തി ദുല്ലിയൗസി ഫഖ്രി കമാലി. മൗത്തി ഹയാത്തി മഹ്വി സുബാത്തി. എടോ, ഞാൻ മരിച്ചാലും ജീവിക്കും, എന്റെ അസാന്നിധ്യത്തിലും എന്റെ സാന്നിധ്യം ഉണ്ടാവും. അങ്ങനെ മൂപ്പര് മരിച്ചു. മയ്യത്തിങ്ങനെ കൊണ്ടുപോകുമ്പോ കുറെ ചെറുപ്പക്കാര് സൂര്യക്കൊലായിന്ന് കടവരാന്തേന്ന്, ഓ ഇയാളല്ല മരിച്ചാലും ജീവിക്കുന്ന പഴയ പാട്ട് തന്നെ ഇപ്പൊ വരുന്നില്ലല്ലോ. അപ്പൊക്കെ മയ്യത്തുകെട്ടിൽ അലകാൻ തുടങ്ങി. മയ്യത്തുകെട്ടിൽ അകതാളം കേട്ട് ഇവര് ബോധം കെടാൻ തുടങ്ങി. മയ്യത്ത് കൊണ്ടുപോകാനുള്ള പ്രമുഖർ പറഞ്ഞു, അങ്ങവിടെ കിടക്കണം. മൗത്തി ഹയാത്തി മഹ്വി സുബാത്തി ദുല്ലിയൗസി ഫഖ്രി കമാലി. കളിയാക്കിയവരൊക്കെ ബോധം കെട്ട് തലയടിച്ച് ചോരൊഴുകി. അള്ളാഹു അത്തരം ദുരന്തങ്ങളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
ഞാൻ 20 കൊല്ലം മുമ്പ് ഷാദിലി തരീഖത്തുമായി ബൈഅത്ത് ചെയ്തത് കണ്ണൂരിലെ ഷുക്കൂർ ഉസ്താദിൽ നിന്നാണ്. സമസ്തയുടെ ജില്ലാ മുശറഫ് പടുത്ത് മരിച്ചു. അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. എന്തൊരു സുഖകരമായ 10,000-കണക്കിന് ആളുകൾ ഇസ്തിഗ്ഫാറും സ്വലാത്തും സുബ്ഹാനല്ലാഹ്. ആ അസ്തഗ്ഫിറുല്ലാഹ് ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക, എന്താണ് ലഭിക്കാത്തത്? എല്ലാം ലഭിക്കും. മഴ നിൽക്കും. ദാറുൽ ഉലൂമിൽ വെള്ളം നിറഞ്ഞ് എന്താ ചെയ്യാ? എല്ലാരും വന്ന് കണ്ണിയത്ത് ഉസ്താദിനെ കൊണ്ടുവരിക. തോണിയിലെ ഉസ്താദ് വന്നത് അല്ലാഹുമ്മ അലൈനാ വലാ അലൈനാ യാ വദൂദ് യാ വദൂദ് യാ വദൂദ്. വെള്ളം ഇങ്ങനെ ഇറങ്ങിപ്പോയി എന്നാണ് നിസാമി പറഞ്ഞത്. സയ്യിദ് മുഹമ്മദ് നിസാമി വസ്തുനിഷ്ഠമായിട്ട് പറയാൻ ശ്രദ്ധിക്കുന്ന ആളാ. ഒരു പ്രഭാഷണത്തിൽ ഞങ്ങൾ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് അദ്ദേഹം പറയാണ്, വെള്ളം ഇങ്ങനെ ഇറങ്ങിപ്പോയി കണ്ടു എന്ന് മാത്രമല്ല, നടന്ന് തോണിയിൽ വന്ന ഉസ്താദ് ഇങ്ങനെ തിരിച്ചു നടന്നുപോയി. അപ് ടു ടൈം സഡൻലി ഉത്തരം അസ്തഗ്ഫിറുല്ലാഹുണ്ടോ, ഭയപ്പെടണ്ട. അതുകൊണ്ട് അലൈക്കും പോരാ, ഖുർആൻ ഓർക്കുകയാണ്, ഖുർആൻ പറയുകയാണ് വയുംദികുക്കും ബിഅംവാലിൻ വബനീൻ. നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് ചെല്ലുന്നുവെങ്കിൽ നിങ്ങളുടെ സമ്പത്തിലും വർധനവുണ്ടാവും, നിങ്ങളുടെ മക്കളിലും വർധനവുണ്ടാവും. ഈ വർധനം ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്. ഞാൻ അത്ര വിശദീകരിക്കുന്നില്ല. സംഘാടകർ പറഞ്ഞൊരു ടൈമുണ്ട്. നിങ്ങളുടെ നാളെ ഒരുപാട് സമയം നമുക്കിവിടെ ദുആ മജ്‌ലിസിൽ ഇരിക്കേണ്ടതുകൊണ്ട് അതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. സമ്പത്ത്, കൃഷി, കച്ചവടമൊക്കെ സമ്പത്തിൽപ്പെട്ടതാണ്. അന്യന്റെ തകർക്കുന്ന കച്ചവടം വയ്ക്കരുത്. പബ്ലിസിറ്റി ആവാം, ഓഫർ ആവാം, സമ്മാന കൂപ്പണാവാം, പക്ഷെ അന്യന്റെ തകർക്കരുത്. എന്നാലും നിങ്ങൾക്ക് ബർക്കത്തുക അത്ഭുതമായിട്ട് കിട്ടും നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലുന്നുവെങ്കിൽ. അതേപോലെ കൃഷിക്കാരാണെങ്കിൽ പ്രകൃതിയെയും ജനങ്ങളെയും കൊല്ലുന്ന വളരരുത്. നല്ല വളർത്തിട്ട് കൃഷി ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് അത്ഭുതകരമായ വിളവ് കാണാം. പക്ഷെ നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലാം. നിങ്ങളുടെ മോള് ഗർഭിണിയാണോ? ഏതെങ്കിലും അണ്ടന്റെ അടകോടിന്റെ അടുത്ത് മന്ത്രിക്കാൻ കൊണ്ടുവരുന്ന മോളെ കൊല്ലാൻ കൊടുക്കരുത്. ഇത്രയേറെ വിദ്യാഭ്യാസം പുരോഗമിച്ചിട്ടും ഇപ്പോഴും അന്ധവിശ്വാസത്തിന്റെ പിന്നാലെയാണ് ആളുകൾ. ഞാനത് വിശദീകരിക്കുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലുക, നല്ല ഡോക്ടറെ കാണിക്കുക. നിങ്ങളുടെ മോള് കുഞ്ഞ് പ്രസവം സുഖമായിരിക്കുമെന്ന് മാത്രമല്ല, ആ തലമുറകളിലൂടെ സുഹൃത്തുക്കളുടെ പൂക്കൾ വിരിയും, നല്ല ഓമന മക്കളുണ്ടാകും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ് പോരാ, വയുംദികുക്കും ബിഅംവാലിൻ വബനീൻ പോരാ, വയജ്അൽ ലക്കും ജന്നാത്ത് വയജ്അൽ ലക്കും അൻഹാറാ. നിങ്ങൾക്കവൻ നദികൾ ഉണ്ടാക്കിത്തരും, നിങ്ങൾക്കവൻ തോട്ടങ്ങൾ ഉണ്ടാക്കിത്തരും. നദികളും തോട്ടങ്ങളും ഉണ്ടാക്കുന്ന ആള് പശ്ചിമഘട്ടല്ല, അതൊരു കാര്യകാരണ. നദികൾ ഉണ്ടാക്കിയ ആള് വേറെ. അതുകൊണ്ടല്ലേ ഉമർ റളിയല്ലാഹു അൻഹു കത്തയച്ചത് ഫ്രം ഉമർ ഇബ്നുൽ ഖത്താബ് ടു നൈൽ നദി. നദി, നീ ഒഴുകുന്നതും നിൽക്കുന്നതും നിന്റെ ഇഷ്ടപ്രകാരമാണെങ്കിൽ നീ ഒഴുകണ്ട. അള്ളാന്റെ തീരുമാനപ്രാണ് കത്ത് കെട്ടി അനുസരിച്ചോളണം എന്നല്ലേ? അനുസരിച്ചില്ലേ? സയ്യിദ് റളിയല്ലാഹു അൻഹു പുഴ മുറിച്ചു പറഞ്ഞില്ല, വലിയ സംഭവമല്ലേ? പുഴ ആരറിയില്ല, അവന്റെ ദിക്റങ്ങ് ചൊല്ലിയപ്പോ വലിയ സംഭവമാണ്. നിങ്ങൾക്കറിയാം, സൽമാനുൽ ഫാരിസി വെളുത്ത ചൊങ്കൻ, അല്ലാഹു നാളെ സ്വർഗ്ഗത്തിൽ കാണാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആദ്യം മജൂസി, പിന്നെ ക്രിസ്ത്യാനി, പിന്നെ ജൂതൻ. മൂപ്പരദാഹം തീർന്നില്ല. എന്താ മൂപ്പരദാഹം? സാമ്പത്തിക സമത്വമുള്ളൊരു ലോകം, സാമൂഹ്യ നീതിയുള്ളൊരു ലോകം, ഓമന മക്കൾക്ക് രക്ഷയുള്ളൊരു ലോകം. അതിനിടെ പോണം. അപ്പൊ പലരും പറഞ്ഞു, നിങ്ങളെ ദാഹം തീരണമെങ്കിൽ മദീനയിൽ ഒരാളുണ്ട്, അവിടെ പോയാൽ മതി, അല്ലേ? നബിയുനാ മുഹമ്മദൻ ഖദ് ഉർസില ലിൽആലമീന റഹ്മതൻ വസാലില മൗലിദുഹു ബി മക്കത്തൽ അമീന വഫാത്തുഹു ബി സയ്യിദത്തുൽ മദീന. നിർഭയമായ മക്കാ പട്ടണത്തിലാണ് അവർ അന്ന് ജനിച്ചത്. ലോകത്തിന്റെ എല്ലാമായ മദീന പട്ടണത്തിലാണ് അവർ വഫാത്തായി കിടക്കുന്നത്. ആ രണ്ട് പട്ടണത്തിന്റെയും ഇസ്സത്ത് അല്ലാഹു ഉയർത്തുമാറാകട്ടെ. അല്ലാഹു ധാരാളം നമ്മളവിടെ എത്തിക്കുമാറാകട്ടെ. മൂപ്പരവിടെ വന്ന് മുസ്ലിമായല്ലോ. മൂപ്പരല്ലേ ഹന്തക്കിന്റെ എഞ്ചിനീയർ. കാലം കുറെ കഴിഞ്ഞു. മൂപ്പർക്ക് നാട്ടിലൊന്ന് പോകണം, ഉമ്മനെയും ഉപ്പനെയും കാണണം, നാട്ടുകാർക്കൊക്കെ ഈ ദീനൊന്ന് എത്തിച്ചു കൊടുക്കണം എന്നൊരു മോഹം. എങ്ങനെ പോകും? അപ്പോഴാണ് സയ്യിദ് പറഞ്ഞു, ഞാൻ പോകുന്നുണ്ട്, എന്റെ കൂടെ വരണമെന്ന് വെച്ചു. ആയിക്കോട്ടെ എന്നാണ്. നമുക്ക് ആ പുഴ മുറിച്ചെടുക്കണം. കപ്പലുണ്ടോ? കപ്പലൊന്നുമില്ല. പുഴ അല്ല, തോണിയോ? ആവില്ല. പിന്നെങ്ങനെ? നമുക്കൊരു ദിക്റും ചൊല്ലിയും കടക്കങ്ങൾ വാന്ന് പറഞ്ഞു. സയ്യിദിന്റെ പിന്നാലെ മൂപ്പര് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പുഴയില് പാലം പോലെ എഞ്ചിനീയർമാര് വേണ്ട, പാലം കെട്ടേണ്ടവർ നടത്തുകയാണ്. അത്ഭുതം. അങ്ങനെ സയ്യിദ് റളിയല്ലാഹു അൻഹു നാട്ടിലെത്തി. അപ്പൊ മൂപ്പര് ഉമ്മയും മരിച്ചു വയ്ക്കുന്നു. അഞ്ചനുണ്ട്. അഞ്ചന് ഹിദായത്ത് പകർന്നു കൊടുത്തു. കുറെ കാലം കഴിഞ്ഞ് മൂപ്പര നാട്ടിലെ ഗവർണറായി. അള്ളാന്റെ റസൂലിന്റെ പ്രാർത്ഥന കൊണ്ട് മൂപ്പർക്ക് ഒരുപാട് ആയുസ് ലഭിച്ചു.
മൂപ്പര നാട്ടിലെ ഗവർണറായി. മൂപ്പര ഒരാൾ അഭിമുഖം നടത്താൻ വന്നു. മൂപ്പരോട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ കഴിയാത്ത വികാരപരമായ ഒരു രംഗം ഏതാണ്? മൂപ്പരെ കണ്ണെന്നറിയാൻ തുടങ്ങി. മൂപ്പര് പറഞ്ഞു, അത് പറയണോ? അത് ആ കാഴ്ചയാണ് മുഹമ്മദ് മുസ്തഫ. അവിടത്തെ തിരുക്കാഴ്ച അതൊരു വല്ലാത്ത കാഴ്ച. ആദ്യം ഞാൻ പ്രതീക്ഷിച്ചു വന്ന് കണ്ട ആ മുഖകമലം, വല്ലാത്ത സുഗന്ധം, വല്ലാത്ത തിളക്കം, മാണിക്കല്ലുണ്ടോ, മന്ദാരച്ചെപ്പുണ്ടോ, അന്തർമാണമുണ്ടോ, കസ്തൂരി മണമുണ്ടോ, 14 രാവുണ്ടോ, മഴവില്ലും കളറുണ്ടോ, പെൺകൂട്ടുണ്ടോ, പുറരാഗസുതയുണ്ടോ, ഒന്നുമില്ല. വാണിക്കല്ലിനേക്കാൾ അപ്പുറത്തെ തിളക്കം, അന്തറിനേക്കാൾ വലിയ സുഗന്ധം, കസ്തൂരിയേക്കാൾ വലിയ സുഗന്ധം, 14 രാവിനേക്കാൾ വലിയ പ്രകാശം. എന്തേരു തേനിമ്പത്തൂറ്റാൻ സഅദിന്റെ കണ്ണ് നിറഞ്ഞ് മഹാനുഭാവനായ ആ സ്വഹാബിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ് സൽമാനുൽ ഫാരിസി. രണ്ടാമത് നിങ്ങളെ വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചു. രണ്ടാമതേ സഅദിന്റെ കൂടെ ഞാനൊരു പുഴ മുറിച്ച് കടന്നീനും. മൂസനബിന്റെ കയ്യിലാണെങ്കിൽ ഒരു വടി ഉണ്ടായിരുന്നു, മൂപ്പര കയ്യിലെ വടിയില്ല. പുഴയിലൂടെ നടക്കുമ്പം പാലത്തിലൂടെ നടക്കുന്ന പോലെ നോണ്ട് ഗോമറി വാക്ക് പറഞ്ഞില്ല. കാര്യകാരണക്കാരൻ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതൊരു നിഗൂഢതയാണ്. പുഴ മുറിച്ചു കടന്നിട്ടുണ്ട്, പാലം അവിടെ നിന്നുണ്ടായി എന്നറിഞ്ഞുകൂടാ, വെള്ളം ഉറച്ചതെങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ, ആണ്ട് പോവാതിരുന്നതെങ്ങനെയെന്നും അറിഞ്ഞുകൂടാ. സുബ്ഹാനല്ലാഹ്, അത്ഭുതം. പുഴ ആരെ കയ്യിലാ? പുഴം പശ്ചിമഘട്ടത്തിന്റെ സൃഷ്ടിയല്ല, അള്ളാന്റെ സൃഷ്ടിയാണ്. അള്ളാന്റെ സൃഷ്ടിയായ പുഴയോട് അള്ളാന്റെ ഇഷ്ടദാസൻ പാലമാവരാന്ന് പറഞ്ഞാൽ പാലമാവും, ഒരു സംശയ കാര്യത്തിലില്ല. ആ അള്ളാഹുവാണ് പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കോ, നമുക്ക് പുഴയും നദി ഉണ്ടാക്കി തരും. അസ്തഗ്ഫിറുല്ല, ഈ അസ്തഗ്ഫിറുല്ല തന്നെയാണ് നമ്മളെ സുരക്ഷ. മക്കത്തെ മുശ്രിക്കീങ്ങളെല്ലാം ശിക്ഷിച്ചത് എന്താ കാരണം? എന്താ കാര്യം? അവരും വളരെ മോശമല്ലേ മക്കത്തെ മുസ്ലിക്കുകള്? തുണിയും കുപ്പാവ് എടുക്കാണ്ട് കഅബ തവാഫ് ചെയ്യാം, കള്ള് കുടിച്ച് വ്യഭിചരിച്ച് കഅബ തവാഫ് ചെയ്യാം. തവാഫ് ചെയ്യുമ്പോൾ പക്ഷെ ഒരു വാക്ക് വിളിച്ചിരിക്കുന്നു, എന്താ? ഗുഫ്രാനക 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 ഗുഫ്രാനക. എനിക്ക് ഈ സംഗതി ശരിക്കും പറഞ്ഞത് ചെറുശ്ശേരി ഉസ്താദാ. കൊണ്ടോട്ടിയിൽ എക്കപ്പറമ്പിലെ മുമ്പ് ഒരിക്കലും പരിപാടിന്റെ ഉസ്താദ് നല്ല ഹാപ്പി ആയിട്ട് ഫ്രീ ആയിട്ടുണ്ട്. കഅബയെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറെ സംസാരിച്ചപ്പോ അള്ളാഹു ആ മഹാപണ്ഡിതന് ആഫിയത്തോടെ ദീർഘായുസ് നൽകുമാറാകട്ടെ. സുഖമായിട്ട് വരുന്നുണ്ടെന്ന് അന്നലെയും കിട്ടിയ റിപ്പോർട്ട്. കേരളത്തിന്റെ ഐശ്വര്യം പോലെ, പണ്ഡിതന്മാർക്കിടയിലെ ഭംഗി പൂർണ്ണത പോലെ സൈനുലുലമയെ അന്വർത്ഥമാക്കിക്കൊണ്ട് കിതാബുകളിലൂടെ ദാറുൽ ഹുദ എന്ന ലോകോത്തര സ്ഥാപനത്തിന്റെ ചെലവിലിരുന്നുകൊണ്ട് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന മഹാ പ്രതാപ പണ്ഡിത ശ്രേഷ്ഠൻ അള്ളാഹു ആഫിയത്തോടെ ദീർഘായുസ് നൽകണേ തമ്പുരാനെ. ആ മഹാപണ്ഡിതൻ പറയാണ്, മക്കത്തെ മുശ്രിക്കീങ്ങൾ ഇങ്ങനെ വട്ടം തവാഫ് ചെയ്തപ്പോ ചെല്ലിയ ദിക്ർ ഏതാണെന്നറിയോ? ഞാൻ പറഞ്ഞ അത് ഏതാ? അസ്തഗ്ഫിറുല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹിന്റെ അർത്ഥമുള്ള മറ്റൊന്നാണ്. നമ്മൾ ബാത്റൂമിൽ നിന്ന് പുറത്തിരുമ്പോ ചെല്ലല്ലേ, അത് തന്നെ. ഗുഫ്രാനക 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 ഗുഫ്രാനക. ആ ഒരൊറ്റ വാക്കുള്ളതുകൊണ്ട് അള്ളാഹു ശിക്ഷിക്കാണ്ടെന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളീ ശിക്ഷിക്കണ്ടേ? നമ്മളെ കാട്ടറബികളെക്കാൾ മോശമായില്ലേ? കാട്ടറബികൾ ഭാര്യനെ കൊന്നിട്ടുണ്ട്, നമ്മളെ വന്നാൽ കൊന്നില്ല. കാട്ടറബികൾ ഭർത്താവിനെ കൊന്നിട്ടുണ്ട്, നമ്മളെ മാതിരി കൊന്നിട്ടില്ല. നമ്മളെ പരിസരത്തല്ലേ അരീക്കോട്ട് ഒരു ചങ്ങായി ഭാര്യനെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ടുപോയി ടെക്സ്റ്റൈൽസിൽ കൊണ്ടുപോയി സാധനമൊക്കെ വാങ്ങി നേരെ പോവാണ് വീട്ടിന് പകരം പോയിന്റ് അടുത്തേക്ക്. ഭാര്യ ചോദിച്ചിട്ട് എങ്ങോട്ടാ? ഇവിടം വരെ ഒന്ന് പോകേണ്ട ചില പരിപാടിയുണ്ട്. 2 മക്കളെയും ബൈക്കുമെന്ന് എടുത്തിട്ട് വെള്ളത്തിലിട്ട് മുക്കുക, രണ്ടുമിങ്ങനെ മരിക്കാം. സുബ്ഹാനല്ലാഹ്. ഭാര്യന്റെ സകല സിരകളും തളർന്നു പോയി. 2 മക്കളെയും കൊന്നു. അവസാനം ഭാര്യന്റെ മുടി പിടിച്ച് ചുരുട്ടി കൊണ്ടുവന്നിട്ട് വെള്ളത്തിലിട്ട് മുക്കി. പെട്ടെന്ന് തന്നെ ശ്വാസം കിട്ടിയപ്പോ പാവം ഭാര്യ പറഞ്ഞിക്ക, നിങ്ങൾ എന്നെ വിട്, ഞാൻ എവിടെങ്കിലും പോയി ജീവിച്ചോളാം, നിങ്ങൾ വേറെ പെണ്ണിട്ടിക്കും. ജീവന് വേണ്ടി അവസാനത്തെ യാചന. ക്രൂരന്റെ മനസ്സലിഞ്ഞില്ല. ആ പെണ്ണിനെ വീണ്ടും വെള്ളത്തിൽ മുക്കി പുറത്ത് കയറി ചവിട്ടി കൊന്നുകളഞ്ഞു. അവസാനം കുഞ്ഞിനെ എടുത്തിട്ട് ഞങ്ങൾ അപകടത്തിൽപ്പെട്ടു എന്നും പറഞ്ഞിട്ട് അടുത്ത വീട്ടിൽ കൊണ്ടുപോയി. പക്ഷെ കേരള പോലീസിന്റെ തന്ത്രത്തിന് മുമ്പിൽ ഇയാളെ കുതന്ത്രം പിടിക്കപ്പെട്ടു. കേരള പോലീസിന് നല്ല തന്ത്ര. നാദാപുരത്തെ തൂണേരി മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലായിടത്തും നല്ല തന്ത്ര. തൂണേരിയിൽ ഞങ്ങൾ പോയിരുന്നു. ഞാന് ഗാന്ധിയൻ കെ റഹ്മാൻ സാഹിബും ഞങ്ങളെ 3-4 ആൾ ഒന്നിച്ചു പോയി. ഞങ്ങളെ തടഞ്ഞു. എന്ത് ഗാന്ധിന്റെ ആളാന്ന് ചോദിച്ചു. കെ റഹ്മാൻ സാഹിബ് ചോദിച്ചു എസ്ഐനോട്, യൂസ്ലെസ് റാസ്കൽ, മാറിക്കടന്നു. ഞെട്ടിപ്പോയാൽ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും കടന്നു പോകാൻ അവസരം ഉണ്ടായി.
പോട്ടെ, ഞാൻ ആ ഭാഗം പറയുന്നില്ല. കേരള പോലീസിന്റെ തന്ത്രത്തിന് മുമ്പിൽ ഇയാളെ കുതന്ത്രം പിടിക്കും. അപ്പോഴാ അറിഞ്ഞത് ലോകത്തിങ്ങനെ ഒരു ഭാര്യനെയും ഭർത്താവ് കൊന്നിട്ടുണ്ടാവില്ല. കാട്ടറബികൾ ഇങ്ങനെ ചെയ്തിട്ടില്ല. തിരിച്ചു ഭർത്താവിനെ അങ്ങനെ തന്നെ അല്ലേ? താമരശ്ശേരിയിൽ പറയുമ്പോ ഞങ്ങളടുത്താണ് കോരങ്ങാട്. കരീമിനെ കൊന്നതെങ്ങനെയാ? കരാട്ടക്കാരനാണ് അയാൾ. 2 മക്കളോട് ക്ലോറോഫോം കാണിപ്പിച്ചിട്ട് തലക്കെട്ട് പിടിക്കാം. സ്വന്തം ഉപ്പാന്റെ ഉപ്പ മരിച്ചതിന് ശേഷം ഭാര്യ, ഒന്നിച്ച് കിടന്നിറങ്ങിയ ഭാര്യ, ഒന്നിച്ച് സ്നേഹം പങ്കുവച്ച ഭാര്യ, ആ മൃതശരീരത്തിൽ ചവിട്ടി നൃത്തം ചെയ്യുമ്പോൾ റസൂലുള്ള കടന്നു വന്ന കാലം 3W ആണ്. വാർ വുമൺ വൈൻ. ഇന്നൊരു 3W ആണ്, www.com. പക്ഷെ ആ പഴയ 3W എത്രയോ അപകടകാരിയാണ് ഈ പുതിയ 3W. ഇവിടെയാണ് നമ്മൾ കാണുന്നത് ഭർത്താവിന് ഇങ്ങനെ കൊന്നിട്ടില്ല കാട്ടറബികൾ. എന്താ മക്കളെ കൊന്നത്, ഉമ്മനെ കൊന്നത്? ഞാൻ എന്തിനാ പത്ര കട്ടിങ് വായിക്കണം? എന്നെക്കാൾ നിങ്ങൾക്ക് അറിയാലോ, വാട്സപ്പായിട്ടും ഫേസ്ബുക്കായിട്ടും അനുദിനം ഞാനത് പറയുന്നില്ല. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് അല്ലാഹ് അതാ ബർക്കാത്തെന്നറിയോ? ഒരുപാട് മഹാന്മാരും മഹദികളും ചെല്ലുന്നുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ് ഉണ്ടെങ്കിൽ അത്ഭുത രക്ഷയാണ്. അത് മറന്നു പോകണ്ട. നിങ്ങളിപ്പോ അടുത്ത് ജർമ്മൻ ചിന്തകന്മാരുടെ ഗവേഷണ പഠന റിപ്പോർട്ട് വായിച്ചിരുന്നു. 20 കൊല്ലം ജർമ്മൻ ചിന്തകന്മാരുടെ ഗവേഷണ പഠനത്തിലായിരുന്നു. എന്താ റിപ്പോർട്ട്? എന്താ ഗവേഷണ വിഷയം? അചേതന വസ്തുക്കളുടെ എനർജി എന്താണ്? എനിക്കിപ്പോ എനർജി വേണം. ഇവിടെ വന്നപ്പോ നമ്മുടെ സെക്രട്ടറി സാഹിബിന്റെ മുജീബ് ഉസ്താദിന്റെ ഇവിടെ 12 കൊല്ലമായിട്ട് സേവനം ചെയ്യുന്ന ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഹോർലിക്സും ചായയും ഭക്ഷണമൊക്കെ തന്നപ്പോ നല്ല എനർജിയായി. നിങ്ങളെ യാത്രാ ക്ഷീണമൊക്കെ മാറി. നിങ്ങൾക്കും എനർജി. ഈ സത്യങ്ങൾക്കൊക്കെ ക്ലോറോസിൻ വേണം, അതിന് സൂര്യൻ ഉദിക്കണം. അതാണ് അവരുടെ എനർജി. നിങ്ങളെ പള്ളിക്കും യത്തീംഖാനക്കും നിങ്ങളെ വീടിനും എന്താ എനർജി? അവർ ചോറുന്നാറുണ്ടോ? നിങ്ങളെ വീട് ചായ കുടിക്കാറുണ്ടോ? നിങ്ങളെ വീട് ഭക്ഷണം കഴിക്കാറുണ്ട്? എന്താണ് അതിന്റെ എനർജി? 20 കൊല്ലം ഇവർ പഠിച്ചു. കഴിഞ്ഞ കൊല്ലം അതിന്റെ മുമ്പേത്തെ കൊല്ലം റിസൾട്ട് പുറത്തുവിട്ടു. മലയാള പത്രങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. നിങ്ങൾ വായിച്ചോന്നറിയില്ല. മനുഷ്യന്റെ നാവിലൂടെ വരുന്ന നല്ല വാക്കുകൾ അന്തരീക്ഷത്തിലേക്ക് വരികയും ആ നല്ല വാക്കാണ് ഈ അചേതന വസ്തുക്കളുടെ എനർജി. അതില്ലാതായാൽ പ്രപഞ്ചം താളം തെറ്റുന്നു. 1400 വർഷം മുമ്പ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹ് എന്ന് പറയുന്ന ഒരാൾ ഭൂമിയിൽ ഇല്ലാണ്ടായാലേ ഭൂമി തകിടം മറിഞ്ഞ് നശിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. റസൂലിന് എനർജി കുനർജി എന്നും പറഞ്ഞില്ല. എനർജിയും കുനർജിയും ഒക്കെ പറയാൻ പിന്നാലെ 10,000 ശിഷ്യന്മാരുണ്ടായി. ഞാൻ ആ ശിഷ്യന്മാരുടെ വൈജ്ഞാനികമായിട്ടുള്ള മേഖലകളെ കുറിച്ച് പറഞ്ഞാൽ നീണ്ടുപോകുന്ന നമ്മൾ കിടക്കുന്നില്ല. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ കാര്യകാരണമില്ലാതെ പ്രപഞ്ചത്തിലെ അചേതന വസ്തുക്കൾക്ക് ആവശ്യമായ ഔഷധമേതെന്ന് പഠിച്ചു. അത് പറഞ്ഞു തന്നു. അള്ളാഹ്ക്കിപ്പോ നാളെ അസ്തഗ്ഫിറുല്ലാഹ് നൽകിയിട്ടൊരു കാര്യമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു കാര്യമില്ല. ഈ ദിക്ർ ഈ പ്രപഞ്ചത്തിലെ അചേതന വസ്തുക്കൾക്ക് ആവശ്യമാണ്. അള്ളാഹ് എന്ന് പറയുന്ന ഒരാള് ഈ ഭൂമിയിൽ ഇല്ലാണ്ടായാൽ ഭൂമി തകരും. അതിനാ പറഞ്ഞത്. അതിനാ ശാസ്ത്ര റിപ്പോർട്ട്. അത് ദുബായിലെ ബുർജ് ഖലീഫയായാലും കൊള്ളാം, സൗദി ഉണ്ടാക്കാൻ പോകുന്ന ഖലീഫയായാലും കൊള്ളാം, അത് വൻമതിലായാലും കൊള്ളാം, കുത്തുബ് മിനാറായാലും കൊള്ളാം, കോട്ടയാലും കൊള്ളാം, തകർന്നിടിയും എന്ന് ശാസ്ത്രം പറയുമ്പോൾ നമ്മുടെ ദിക്ർ അത്ഭുതകരമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 100 തവണ അസ്തഗ്ഫിറുല്ലാഹ് ചെല്ലണം. നിങ്ങളാരും ചെല്ലലില്ല എന്നല്ല, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. കൃത്യം 10:45 നമുക്ക് ഇൻഷാ അല്ലാഹ് പെരിയ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് നമ്മുടെ സംഘാടകർ നിങ്ങളെയും കൂടി നിങ്ങളുടെ സമയത്തെ കൂടി മുഖേലെടുത്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഒരൊറ്റ ദിക്റും കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി നമുക്ക് അവസാനിപ്പിക്കാം. അത് ഇതാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത്ഭുതകരമായ ദിക്റാണ്. അത് കഴിവിന്റെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുനടക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പക്ഷെ ഖേദകരമെന്ന് പറയട്ടെ, എന്ന് കേൾക്കുമ്പോൾ നമ്മളത് ചൊല്ലണം. നമ്മൾ ചൊല്ലുന്നില്ല. അത്ഭുതകരമായ ദിക്റാണത്. മഹാനായ ഔസബ് മാസ്റ്റർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്തെന്ന് പറഞ്ഞല്ലോ, യാ റസൂലല്ലാഹ്, ഞങ്ങളെ മകൻ സാലിമിനാരോ തട്ടിക്കൊണ്ടുപോയി നബിയേ. സാലിന് പോയതിനു ശേഷം എന്റെ ഭാര്യ സാലിമിന്റെ ഉമ്മ തളർന്നു കിടക്കുകയാണ് നബിയേ. അവളെ ഭക്ഷണം കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല നബിയേ. നിങ്ങൾക്ക് വല്ല പരിഹാരവുമുണ്ടോ യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ പോവുക, നീ നിന്റെ ഭാര്യയും കൂടി ചൊല്ലുമോ ഞാനൊരു ദിക്ർ പറഞ്ഞു തന്നാൽ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
ഓ ചെല്ല. ഓടി വന്ന ഭാര്യയോട് പറഞ്ഞ് വിഷമിക്കല്ല, നമ്മുടെ മകനെ തിരിച്ചു കിട്ടുന്നേ, ചൊല്ലണേ, ദിക്ർ ചൊല്ലണേ. അങ്ങനെ അവർ രണ്ടുപേരും ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലി രാത്രി നേരം വെളുക്കുന്നത് വരെ ചൊല്ലി. എന്നിട്ട് സാഗര സമാനമായ മരുഭൂമിയിലെ 4 ഭാഗത്ത് നോക്കി, ആരെങ്കിലും വരുന്നുണ്ടോ, മകൻ വരുന്നുണ്ടോ? ഇല്ല. പിറ്റേന്നും നോക്കി, അപ്പോഴൊരു കാലൊച്ച. പഠിച്ചവനത് മോനായിരുന്നെങ്കിൽ പ്രതീക്ഷിച്ച പോലെ മകൻ തന്നെയാണല്ലോ. നോക്കുമ്പോ സാലിമത ഒറ്റ വിളിയാനടി, നമ്മുടെ മകനതാ വരുന്നോ, മകനതാ വരുന്നോ. ഭാര്യ എഴുന്നേറ്റ് ഓടിപ്പോയിട്ട് മകനെ കെട്ടിപ്പിടിച്ചു. ആ ഏറെ നാള് കാണാതായപ്പോണ്ടായ ആ പുനഃസമാഗമത്തിന്റെ ആനന്ദ പരമാനന്ദ ലഹരിയുടെ പരമകാഷ്ഠ അവർണ്ണനീയം അവാച്യം അനുഭൂതിദായകം. സുബ്ഹാനല്ലാഹ്. മോനും ഉമ്മയും മുഖത്തോട് മുഖം നോക്കുകയാണ്. നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച മോനെ തിരിച്ചു കിട്ടുകയാണ്. അങ്ങനെയാണ്. അള്ളാഹു നമ്മളെ മക്കളൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ കീഴ്പള്ളി മക്കൾ മുറൂസിന് പോയപ്പോ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാള് ദ്വാരക്കണേ എന്താന്ന് ചോദിച്ചപ്പോ പിന്നെ ഒക്കെ പറയാൻ കഴിയും. ഉസ്താദ് പറഞ്ഞു, ഉസ്താദേ ഇയാളെ 2 വയസ്സുള്ള മോളെ ആരോ തട്ടിക്കൊണ്ടുപോയി. ദിയ എന്ന മോളെ ആരോ അണ്ണാച്ചളോ മറ്റോ ദ്വാരക്കണേ, പോലീസിൽ കേസുണ്ട്, മഹാന്മാരെ കുട്ടീനെ തിരിച്ചിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. ദിയ മോളെ നഷ്ടപ്പെട്ടു. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല സലാമത്തും നല്ല ആഫിയത്തും നല്ല രക്ഷയും നൽകുമാറാകട്ടെ. മോനോട് ചോദിച്ചു, എന്താ പറ്റിയ മോനെ? സാലിം പറഞ്ഞു, ഉമ്മ ഞാനിങ്ങനെ നടന്നു ഒരു കള്ള കാഫില സംഘം എന്നെ പിടിച്ചുകൊണ്ടുപോയിട്ട് കെട്ടി, എന്നെ കണ്ണു ചൂന്നെടുക്കുന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് അവർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടായി. പെട്ടെന്ന് അവരെന്നെ ശ്രദ്ധിക്കാതായപ്പോ ഞാൻ പല്ലോണ്ട് ഇങ്ങനെ കെട്ടയക്കാൻ നോക്കിയപ്പോ കെട്ടും കഴിഞ്ഞു പോന്നു. അങ്ങനെ ഞാനിങ്ങ് ഓടിപ്പോന്നൊക്കെ ഇവരൊക്കെ എന്റെ പിന്നാലെ വന്നത്. അപ്പളാ ഉപ്പയും അത് നോക്കുന്നത്, ആട്ടിൻ കൂട്ടം. ഞാൻ ഇതിനെങ്ങനെ തിരിച്ചയച്ചിട്ടത് പോകുന്നില്ല. ഞാൻ നിൽക്കുന്നിടത്തത് നിൽക്കുന്നു, ഞാൻ തുടങ്ങുന്നിടത്തത് തുടങ്ങുന്നു. മോനെങ്ങി രക്ഷപ്പെട്ട എങ്ങനെ അറിയോ? ഉമ്മയും ഉപ്പയും ചോദിച്ചില്ല, ഞങ്ങൾ ഈ ദിക്റെല്ലാം തുടങ്ങിയിരുന്നു. അത് തന്നെയാണ്, അല്ലാതെ അവരെ മനസ്സ് മാറൂല. അവരെന്നെ കൊല്ലാൻ തീരുമാനിച്ചതാ. ശരി, വീട്ടിൽ വന്ന് വെള്ളമൊക്കെ കുടിച്ചു. അപ്പൊ കാട്ടിൻ കൂട്ടങ്ങളും വീട്ടിലെത്തി. അവരെണ്ണി നോക്കി എത്ര ആടുണ്ട് എന്ന്. 4000 ആട്. പഠിച്ചോനെ, ഈ ആട് നമ്മൾ എന്ത് ചെയ്യും? റസൂലിനോട് ചോദിക്കും. അങ്ങനെ ഔസ് ബിൻ അശ്ശ റളിയല്ലാഹു തആല നേരെ പിന്നെയും പോയി ഇലാ ഹദറത്ത് റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, യാ റസൂലല്ലാഹ്, എന്താ ഹുസൈൻ മോനെ കിട്ടിയില്ലേ? മോനെ കിട്ടി നബിയെ. വേറെ അത്ഭുതമുണ്ട്. എന്താ അത്ഭുതം? കുറെ ആടുകൾ അവന്റെ കൂടെ വന്നിട്ടുണ്ട്. അത് അവിടെ തന്നെ നിൽക്കുകയാണ്. ആടുകളോ? എത്ര ആടാ? 4000 ആട്. പഠിച്ചോനെ, 4000 ആടോ? അത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? അതപ്പോ എനിക്ക് പറയാൻ പറ്റൂല. അത് അല്ലാഹു തന്നെ പറയണമെന്ന് ഇരിക്കുമാ റസൂലുള്ളാഹി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് റസൂലുള്ളാഹി വിയർക്കുകയാണ്. വഹിയുടെ വരവാണ്. മുല്ലപ്പൂ പോലുള്ള പല്ല് തെളിയുകയാണ്. ദൈവവചന പ്രകാശനത്തിന്റെ ജനഗാംഭീര രാഗകാലമതാ ഒഴുകി വരികയാണ്. കോടാനുകോടി വിശ്വാസികൾ ഇന്നും ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്ത് ത്വലാഖിലെ ആയത്ത്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അള്ളാഹുവിന്റെ ദിക്റിലൂടെ ഫിക്റിലൂടെ അവനെ വരവേൽപ്പിച്ചാരും മുന്നോട്ട് പോകുന്നുവോ അവർക്ക് അള്ളാഹു പോംവൈ കാണിച്ചു കൊടുക്കും. പോംവൈ. അവർക്ക് അഭിചാരിതമായി പ്രതീക്ഷിക്കാത്ത മാർഗത്തിലെല്ലാം നൽകപ്പെടും. ആയത്തിറങ്ങി. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് വരമേൽപ്പിച്ച പോംവൈ. ഉമർ ഖാദിനെ പിടിച്ച് അറസ്റ്റിട്ടൂല്ലേ? ബ്രിട്ടീഷുകാർ വന്നു നോക്കുന്നു, ജയിലിൽ ആളില്ല. മൂപ്പര് പള്ളിയിൽ. അവര് പറഞ്ഞു, ഇതെന്താ അത്ഭുതമാണ്. മൂപ്പര് മമ്പർത്തങ്ങൾക്ക് കത്തയച്ചിട്ടില്ലേ? സലാമുൻ മിനൽ മഹ്ബൂസി ഖദ്ദാമിക്കും ഉമർ മുരീദുക്കുമുൽ ആശിൽ ഫഖീറുൽ മുസമ്മിലി. മമ്പർത്തങ്ങളെ, നിങ്ങൾ ചെല്ലാൻ പറഞ്ഞ ദിക്ർ ഞാൻ ചൊല്ലിയപ്പോ, നിങ്ങൾ ചെല്ലാൻ പറഞ്ഞ ദിക്റില്ലപ്പോ എനിക്ക് മഹാത്ഭുതങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അറിവിന്റെ മേഖലയിൽ മഹാത്ഭുതം. മറ്റെല്ലാം അങ്ങനെ ഉണ്ടാവും. ഉത്തരേന്ത്യയിലുണ്ടായിരുന്നു ആയില ഹദ്റത്ത് എന്ന് പറഞ്ഞൊരു മഹാൻ. 2 കൈകൊണ്ട് എഴുതും, 2 കാലുകൊണ്ട് എഴുതും. കാലുകൊണ്ട് എഴുതൽ പിന്നെ മൂപ്പര് നിർത്തി. അതബേടാണ്, കിതാബല്ലേ എഴുതുന്നത്. സൗദി ഗവൺമെന്റ് മൂപ്പരോട് വെച്ച് നിങ്ങൾ 2 കൈകൊണ്ടുകൂടി അരമണിക്കൂർ കൊണ്ട് എത്ര പേജ് എഴുതും? 500 പേജ് എഴുതി തരാം. 500 പേജ് എഴുതിക്കും. സൗദി ഞെട്ടിപ്പോയി. ഉമർ ഖാദിയുടെ പേരിൽ സൗദി ഗവൺമെന്റ് റോഡ് വെട്ടില്ല. സൗദി ഉമർ തരീഖ് ഉമർ ഖാദി, തരീഖ് അബൂബക്കർ സിദ്ദീഖ്, തരീഖ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതേപോലെ തരീഖ് ഉമർ ഖാദി. ആരാണ് നമ്മുടെ ഉമർ ഖാദിയുടെ ബർക്കത്തുകൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഒരിക്കലും ശിഷ്യന്മാരെ കൂടെ പോകുമ്പോൾ പള്ളിയിൽ ഒരു ആട്, കുട്ടികളെല്ലാം കൂടി ആടിനെ അടിക്കാൻ നോക്കുമ്പോൾ മൂപ്പർ പറയും, ആട അടിക്കല്ലേ, ഞാൻ എപ്പോഴും പാട്ട് പാടാം. അപ്പ കാടുണ്ട്, അപ്പക്ക് പാട്ട്. യാവനം യാവനം യാതനം ഹാകയാ ഫൈന്ദനം ഹാകയാ ഫൽവർദു വാജിബു.
എത്ര സെക്കൻഡ് കൊണ്ടാ ഇൽമു വരേണ്ടത്. ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം, അവിടുത്തെ ബർക്കത്ത് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ശവത്തിന് ജീവനടിക്കുമെന്ന് ചോദിച്ചില്ലേ ക്രിസ്ത്യാനികൾ? കൊണ്ടാടാ നിന്റെ ശവം എന്ന് പറഞ്ഞില്ലേ? ആലിമീങ്ങൾ ചോദിച്ചു, അല്ല ഉസ്താദേ, ശവം കൊണ്ടുവന്ന് ഞങ്ങൾ ജീവനടിക്കുമായിരുന്നോ? എന്തുകൊണ്ട് തൻസുറുല്ലാഹു യൻസുറുക്കുന്നല്ലേ അല്ലാഹു പറഞ്ഞത്? ഞാൻ ജീവനടിക്കുമായിരുന്നു. ശംസുലമ ഏത് സമയത്തും കയ്യിലെ തസ്ബീഹ്മാല ഫുള്ള് ദിക്റ. മരിക്കുന്ന 2 ദിവസം മുമ്പ് കുട്ടിയസം താരിമിനോട് പറയാടോ, ഔസുല്ലാഹം എന്നെ ഏൽപ്പിച്ച ദിക്ർ പൂർത്തിയായി. ആ ദിക്റുണ്ടെങ്കിൽ എല്ലാം അത്ഭുതകരമായിട്ട് സംഭവിക്കും. അസാധ്യങ്ങൾ സാധ്യമാകും. ഇരുമ്പ് കരിമ്പാക്കാൻ, ആകാശത്തിന് പന്തലിടാൻ, അറബിക്കടലിന് പാലം കെട്ടാൻ, അമ്മിക്കുമ്മായമാക്കാൻ സെക്കൻഡ് കൊണ്ട് നിഷ്പ്രയാസം കൊണ്ട് സാധിക്കുന്ന മഹാത്ഭുതങ്ങളാണ് അല്ലാഹുവിന്റെ ദിക്ർ. ആ ദിക്റിലൂടെ അല്ലാഹുവില്ലാതെ പറഞ്ഞേൽപ്പിക്കുന്നത് എത്ര അത്ഭുതങ്ങളും സംഭവങ്ങളും പറയാനുണ്ട്, ഉദ്ധരിക്കാനുണ്ട്. ഞാൻ അവസാനിപ്പിക്കാം. അവരെ പ്രതീക്ഷിക്കാത്ത മാർഗത്തിൽ അവർക്കെല്ലാം നൽകപ്പെടും എന്ന ആയത്തിറങ്ങിയപ്പോ ഹബീബായ നബി സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ 4000 ആട് നിങ്ങൾ എടുത്തോ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പോ ഈ ദിക്ർ അതൊരു അത്ഭുതം. അതേപോലെ 100 ലാ ഇലാഹ ഇല്ലല്ലാഹ്, 100 സലാത്ത്. ചെറുശ്ശേരി സ്ഥാനത്ത് എപ്പോഴും പറയാൻ പറഞ്ഞത് 10,000 ലക്ഷമൊന്നും നമുക്ക് ചിലപ്പോൾ ചെല്ലാൻ പറ്റില്ല സാധാരണക്കാര്. പക്ഷെ നമ്മളൊരു 100 ഇസ്തിഗ്ഫാറും ഒരു 100 സലാത്തും ഒരു 100 ലാ ഇലാഹ ഇല്ലല്ലയും ഒരു ദിവസം ചെല്ലിയാൽ 10,000 ചെല്ലുന്നവരിൽ നമ്മൾ ജോയിൻ ചെയ്യപ്പെടും. നമ്മളതിൽ കണ്ണിയാവും. അതുകൊണ്ട് നിങ്ങൾ ചെല്ലലില്ല എന്നല്ല, ദീനിനോട് വലിയ കൂറുള്ള പ്രദേശമാണ്. അള്ളാഹു ഈ നാട്ടിൽ തലമുറകളിലൂടെ ദീന നിലനിർത്തുമാറാകട്ടെ. നിങ്ങളൊക്കെ നമ്മളൊക്കെ ഏറ്റവും ചുരുങ്ങിയത് ചെല്ലണം. അള്ളാഹു നമുക്ക് അങ്ങനെ ദിക്റ് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിന്റെ ആ മഹത്തായ ഔദാര്യം ലഭിക്കുന്ന മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന ഒരു സൗഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. പഠിച്ചൊരു പെണ്ണുങ്ങൾ മരിച്ചിരുന്നു. ഞങ്ങൾ 50 വയസ്സുണ്ടായിരുന്നു. ഉള്ള പുറത്തു കൊടുക്കുമാറാകട്ടെ. അതിന് പെട്ടെന്നൊരു ഊരവേദന വന്നു. കൊണ്ടുപോയിട്ട് കുത്തി പരിശോധിച്ചപ്പോ ക്യാൻസർ. അങ്ങനെയാണല്ലോ ഇപ്പോ പരിശോധന കൂടുമ്പോ പേടി. അള്ളാഹു നമ്മളൊക്കെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. കാക്കണേ അല്ലാഹ് മുസ്തഫ മുഹമ്മദ്. അപ്പൊ മരിച്ചപ്പോ പോയപ്പോ അവരെ ഏട്ടത്തിന്റെ മോനൊരു ഇസ്മായിൽ പറയാണ്, ഉസ്താദെ ഞങ്ങൾ ഇളയമ കിടക്കുന്ന ഹോസ്പിറ്റലിൽ പോയി. ഇളയമ എപ്പോഴും ദിക്റിന്റെ ആളായിരുന്നു. അല്ലാണ് ഖുർആനും ദിക്റും സലാത്തും. ഞങ്ങളോട് പറഞ്ഞു, ഹോസ്പിറ്റലിന്റെ ചുമരുമ്മലുണ്ട് ഒരു 6 മാസമായിട്ടുള്ളവർ മരിച്ചിട്ട്, വെളിമണ്ണ എന്ന് പറയുന്ന സ്ഥലത്താ. ഈ ചുമരുമ്മല് ഒരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ നിങ്ങൾ എടുക്കുമെന്ന് ചോദിച്ചോലെ ഈ ഇളയമ. അപ്പൊ ചോദിച്ചു, എന്താ? ആ ജലലിന്റെ അടുത്തും ഈ വാതിലിന്റെ അടുത്തും കുറെ വെളുത്ത വസ്ത്രധാരികൾ എന്റെ അടുത്തേക്ക് വരാൻ നിൽക്കുന്നുണ്ട്. ഈ ഫോട്ടോ കണ്ടിട്ട് അവരവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, നിങ്ങളൊന്ന് എടുക്കുമെന്ന് വെച്ചു. അപ്പൊ ഈ ഫോട്ടോ എടുത്തു. ആ പ്രളയമ കൈ നീട്ടി കാല് നീട്ടി ചിരിച്ചു. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിച്ചു. മുഅ്മിൻ മരിക്കുമ്പോൾ അവന്റെ ചുണ്ടിൽ പുഞ്ചിരി ഉല്ലസിക്കുന്നു. അള്ളാഹു അങ്ങനെ ദിക്റ് ചെല്ലുന്നവർ മരിക്കുമ്പോ ഇങ്ങനെ റാഹത്തിൽ മരിക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അവരുടെ ഈ പ്രകൃതിയും സുരക്ഷിതാവും നമുക്ക് വേണ്ടി ഒക്കെ അള്ളാഹു ഒരുക്കിത്തരും. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദിക്റിലേക്ക് മടങ്ങിപ്പോവുക. അള്ളാഹു ദാക്കിരീങ്ങളിലും തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ 20ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ 2ാം ദിവസത്തെ ഈ സമ്മേളനത്തിൽ എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. ഇനി നമുക്കൊരു ദുആ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് മജീദ് സാഹിബിനെ 1-2 കാര്യങ്ങൾ വായിക്കാനുണ്ട്. വായിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ചെറിയൊരു ദുആ കഴിഞ്ഞിട്ട് നമുക്ക് പിരിയാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.